ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെവലപ്മെന്റൽ ബയോളജിയുടെ നെക്സ്റ്റ് പോർഷൻസ് ആണ്. അതായത് സെക്കൻഡ് ലെസൺ ആണ് ആ യൂണിറ്റിൻ്റെ അകത്തുള്ളത്. അപ്പം അതിൽ മെയിനായിട്ട് നോക്കിക്കോട്ടോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെവലപ്മെന്റിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് നോക്കിയായിരുന്നു അല്ലേ? സോ ഇവിടെ എനിക്ക് തോന്നുന്ന ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഡെവലപ്മെന്റ് ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുന്നില്ല, എന്നാലും ഓക്കെ, നമ്മൾ നോക്കിയായിരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് അബൌട്ട് ഗാമറ്റോജെനസിസ്, ഫെർട്ടിലൈസേഷൻ ആൻഡ് ഏർലി ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഫാഹിസെ, ഹലോ ഫാഹിസെ, ഗുഡ് ഈവനിങ് ഫാഹിസെ. ഗുഡ് ഈവനിങ് മാം. ഫാഹിസെ, നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതേ. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഗാമറ്റോജെനസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇത് ഈ പറഞ്ഞ കാരണം ഈ ഫെർട്ടിലൈസേഷൻ്റെ അകത്ത് തന്നെ 2 ടൈപ്സ് ഉണ്ട്. ഇന്റേണൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഉണ്ട്. അപ്പൊ അത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ആനിമൽസിന്റെ ആണ് ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് പ്ലാന്റ്സിന്റെ പിന്നെ നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ആദ്യം നോക്കാം, അപ്പൊ നമ്മുടെ ടൈം ബാലൻസ് ആവത്തുള്ളൂ. അശ്വതി, ഞാനിപ്പോ അശ്വതിനെ തിരക്കിയുള്ളൂ കേട്ടോ. അശ്വതി എവിടെയും തിരക്കിയുള്ളൂ. അശ്വതി, ഗുഡ് ഈവനിങ്. ഓക്കെ, ശരി. അപ്പം ഫസ്റ്റ് നോക്കിക്കോട്ടോ. അപ്പൊ ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത് അബൌട്ട് ഗാമറ്റോജെനസിസ് ആണ്. അപ്പൊ നമുക്കറിയാം, എപ്പോഴും ഗാമറ്റോജെനസിസിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായിരിക്കും? സ്പെർമും എഗ്ഗും ഉണ്ട് അല്ലേ? സോ സ്പെർമും എഗ്ഗും നമുക്കൊരു സൈക്കിൾ ഓഫ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും സൈക്കിൾ ഓഫ് ലൈഫ്, നമ്മുടെ സൈക്കിൾ ഓഫ് ലൈഫ് നോക്കുവാണെങ്കിൽ എങ്ങനെയാണ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എഗ്ഗും ഉണ്ട്, പിന്നെ എന്താണ്? സ്പെർമും ഉണ്ട്. സോ ഇത് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമുക്ക് സൈഗോട്ട് ഫോം ചെയ്യും അല്ലേ? സോ ഈ പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോ ദിസ് ഇസ് കോൾഡ് ആസ് ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കും അല്ലേ? സോ ഇത് പ്രോസസ് നിങ്ങൾക്ക് അറിയാവുന്ന ബേസിക്സ് ആണ്, ഫ്യൂഷൻ. സോ ഇത് എന്ത് സൈഗോട്ട് നമുക്ക് ഉണ്ടായി. ഈ ഇപ്പൊ എഗ് എന്ന് പറയുമ്പോൾ ഹാപ്ലോയിഡ് ആയിരിക്കും ആൻഡ് സ്പെർം വിൽ ബി ഓൾസോ ഹാപ്ലോയിഡ് ആണ്. നമുക്ക് ഉണ്ടാവുന്ന സൈഗോട്ട് എപ്പോഴും എന്ത് കണ്ടീഷൻ ആയിരിക്കും? ഇറ്റ് വിൽ ബി ഡിപ്ലോയിഡ് ആയിരിക്കും. അപ്പൊ ഈ സൈഗോട്ട് എന്ത് ചെയ്യും? ഇറ്റ് വിൽ അണ്ടർഗോ ഒരു ക്ലീവേജ് അണ്ടർഗോ ചെയ്യും. ഓക്കെ, സോ ഇത് ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് അത് എന്ത് ഫോം ചെയ്യും? നമുക്ക് കിട്ടുന്ന സാധനത്തിന്റെ പേരാണ് ഇറ്റ് ഇസ് കോൾഡ് ആസ് ബ്ലാസ്റ്റുല അല്ലേ? നമുക്ക് ബ്ലാസ്റ്റുല കിട്ടും. സോ ബ്ലാസ്റ്റുല എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താ? ഇറ്റ് ഇസ് എ ഹെട്രോജീനസ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് കേട്ടോ. സോ ഹെട്രോജീനസ് ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്ലാസ്റ്റുല എന്ന് വിളിക്കും. ഓക്കെ, എന്നിട്ട് ഈ ഒരു പ്രോസസ്സിനെ ഇൻ ജനറൽ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റുലേഷൻ. സോ ബ്ലാസ്റ്റിൽ ഉണ്ടാകുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോ ദിസ് ഇസ് കോൾഡ് ആസ് ബ്ലാസ്റ്റുലേഷൻ എന്ന് വിളിക്കും. ഈ ബ്ലാസ്റ്റുല എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ സാധനം വീണ്ടും ക്ലീവേജ് അണ്ടർഗോ ചെയ്തിട്ട് ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഗ്യാസ്ട്രുല ഉണ്ടാവും. ഓക്കെ, സോ ഈ ഗ്യാസ്ട്രുല ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്യാസ്ട്രുലേഷൻ. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് നമ്മൾ കുറെ ടൈപ്പ് ഓഫ് ക്ലീവേജ് ഒക്കെ പഠിക്കും കേട്ടോ. അതിൽ വരുന്ന കാര്യങ്ങളാണ് അറിയായിരിക്കും എന്നാലും. സോ ദിസ് പ്രോസസ് കോൾഡ് ആസ് ഗ്യാസ്ട്രുലേഷൻ. അപ്പൊ നമ്മുടെ ബ്ലാസ്റ്റുലയ്ക്കകത്ത് കുറെ ഹെട്രോജീനസ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ചനം പിന്നം കിടന്ന കുറെ സെൽസ്, ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടന്ന സെൽസ് ആയിരുന്നു എവിടെ കണ്ടത്? ഈ ബ്ലാസ്റ്റുലയ്ക്കകത്ത് കണ്ടത്. അപ്പൊ ഗ്യാസ്ട്രുല ഉണ്ടാകുമ്പോഴത്തേക്ക് ഇവിടെ എന്താണെന്നറിയാവോ? ഇവിടെ scattered ആയിട്ടുള്ള സെൽസ് എന്ത് ചെയ്യും? They will come together. Okay, so scattered cells comes together and forms gastrula. അപ്പൊ ഇവിടെ ഉണ്ടായ heterogeneous group of cells പല പല സ്ഥലത്ത് സ്കാറ്റർ ചെയ്തത് they will be coming together. Okay, so scattered cells come together and come together. Okay, and this results in the formation of what? It results in the formation of gastrula. ഈ gastrulയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതിന് 3 germ layers ഉണ്ട്. Okay, so gastrula consists of what? It consists of 3 germ layers. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു germ layers ഏതൊക്കെയായിരുന്നു. സോ germ layers എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി 3 ഡിഫറെന്റ് ടൈപ്സ് ആണ്. അതിൽ ഏറ്റവും പുറമേ ഉള്ളതാണ് എക്ടോഡേം അല്ലെ? സോ എക്ടോഡേം ഉണ്ട്, പിന്നെ നടുക്കുള്ള മീസോഡേം ഉണ്ട്, ആൻഡ് ഫൈനലി ഉള്ള എൻഡോഡേം ഉണ്ട്. അപ്പൊ ഇങ്ങനെ 3 ലെയേഴ്സ് ആണ് എന്തായിട്ട് കാണുന്നത്. ദാറ്റ് മീൻസ് there will be 3 different germ layers നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. സോ ദാറ്റ് ഇസ് എക്ടോഡേം ഉണ്ട്, എൻഡോഡേം ഉണ്ട് ആൻഡ് മീസോഡേം ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ക്ലീവേജിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീണ്ടും പഠിക്കും. ഇത്ര മനസ്സിലായോ? സോ ഒന്ന് മെസ്സേജ് ഇട്ടേ മക്കളെ. ഹായ് മുജിയ, ഹലോ.
ഇപ്പൊ ജോയിൻ ചെയ്തോളൂ തോന്നുന്നില്ലേടാ? ഓക്കെ, അതെ, ഇപ്പോ ജോയിൻ ചെയ്തോളൂ. ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോ ഒരു സൈക്കിൾ ഓഫ് ലൈഫ് എന്ന് പറയത്തില്ലേ, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഡേറ്റ് ഒക്കെ ഇടുമായിരുന്നു കേട്ടോ. ഓക്കെ. സോ സൈക്കിൾ ഓഫ് ലൈഫ്, സൈക്കിൾ ഓഫ് ലൈഫിൽ എന്താ, എഗും സ്പേമും ഉണ്ട്. അപ്പൊ അത് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യും. സോ ദാറ്റ് ഇസ് ഫെർട്ടിലൈസേഷൻ. അത് ക്ലീവേജ് അണ്ടർഗോ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ബ്ലാസ്റ്റുല ഫോം ചെയ്യും. ബ്ലാസ്റ്റുലയ്ക്കകത്ത് എന്ത് ഫോം ചെയ്യും? ഗ്യാസ്ട്രുല ഫോം ചെയ്യും കേട്ടോ. അപ്പൊ ബ്ലാസ്റ്റുല എന്ന് പറഞ്ഞ ഒരു ഹെറ്ററോജിനസ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. അത് സ്കാറ്റേർഡ് ആയിട്ടുള്ള സെൽസ് ഇങ്ങനെ ടുഗെദർ വന്നു കഴിയുമ്പോൾ അത് എന്ത് ഫോം ചെയ്യും? ഗ്യാസ്ട്രുല ഫോം ചെയ്യും. അപ്പൊ ഇനി ഇവര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ ജേം ലെയേഴ്സ് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്കിക്കോട്ടോ, ഞാൻ എഴുതാൻ പോവാണ് അടുത്തത്. ദാറ്റ് മീൻസ് എക്ടോഡെർമിൽ നിന്നും ഡിറൈവ് ചെയ്ത സെൽസ് ഏതൊക്കെയാണ്? ഓക്കെ, സോ എക്ടോഡെർമിൽ നിന്നും വരുന്ന സെൽസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കോ. ദ ഫസ്റ്റ് എക്ടോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഔട്ടർ മോസ്റ്റ് ആണ് അല്ലേ. സോ there will be epidermal cells. Okay, so epidermal cells of the skin, epidermal cells of skin. നിങ്ങളൊരു ബോക്സ് ഇങ്ങനെ വരച്ചോട്ടോ, കോളം ആയിട്ട് വരച്ചെടുക്കോ. സോ epidermal cells of skin ആണ് ഫസ്റ്റ് വരുന്നത്, എക്ടോഡെർമിൽ ഉള്ളത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് as neurons of brain. ബ്രെയിനിന്റെ ന്യൂറോൺസ് ഉണ്ടല്ലോ, സോ neurons of brain it derives from ectoderm. And പിന്നീട് നമുക്ക് പിഗ്മെന്റ് സെൽസ് ഉണ്ട്. നമ്മുടെ പിഗ്മെന്റ് സെൽസ് ഉണ്ടല്ലോ, മെലാനിൻ പിഗ്മെന്റ് ഒക്കെ ഇല്ലേ, സോ പിഗ്മെന്റ് സെൽസ് അത് എക്ടോഡെർമിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ്. പിന്നെ രണ്ടാമത്തെ ആൾക്കാരാണ് മീസോഡേം അല്ലെ. സോ മീസോഡേമിൽ നിന്ന് വരുന്ന സെൽസ് ഏതൊക്കെയാന്ന് നോക്കിക്കേ. നമ്മുടെ നോട്ടോകോഡ് ഉണ്ടല്ലോ, നോട്ടോകോഡ് ഉണ്ട്. സോ നോട്ടോകോഡ്. പിന്നെ ഉള്ളത് കിഡ്നി ട്യൂബ്യൂൾസ് ഉണ്ട്. ഓക്കെ, സോ കിഡ്നി ട്യൂബ്യൂൾസ് ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് ഇയർ പണ്ട് PYQs ചോദിച്ചതാണ്. കിഡ്നി ട്യൂബ്യൂൾസ് ഉണ്ട്. ദെൻ യു ഹാവ് RBC ഉണ്ട്. പിന്നെ ഉള്ളത് മസിൽസ് ഉണ്ട്. ഓക്കെ, മസിൽസ് ഉണ്ട്. ആൻഡ് ഫൈനലി ബോൺ ടിഷ്യൂസ് ഉണ്ട്. ഓക്കെ, സോ ബോൺ ടിഷ്യൂസ് ഉണ്ട്. ഇത്രയാണ് നമ്മുടെ മീസോഡേമിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ആൾക്കാർ. ഇനി വരുന്നത് ഏതാ? എൻഡോഡേം. സോ എൻഡോഡേമിൽ നിന്ന് വരുന്നവർ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. സോ എൻഡോഡേം ഹാസ് ഗോട്ട് സ്റ്റൊമക് സെൽസ് ഉണ്ട്. ഓക്കെ, സോ ദർ സ്റ്റൊമക് സെൽസ്. പിന്നെ ലങ് ഓർ ആൽവിയോളാർ സെൽസ് ഉണ്ട്. ലങ് ഓർ ആൽവിയോളാർ സെൽസ് ഉണ്ട്. Then thyroid cells ഉണ്ട് കേട്ടോ. So you have got the thyroid cells deriving from the endoderm. And inner lining of alimentary canal. Okay, so inner lining of alimentary canal. സോ ഇത്രയും സാധനങ്ങൾ ഡിറൈവ് ചെയ്തേക്കുന്നത് എവിടുന്ന? ഈ പറയുന്ന സ്ട്രക്ചേഴ്സിൽ നിന്നാണ് കേട്ടോ. ഫ്രം എക്ടോഡേം, എൻഡോഡേം ആസ് വെൽ ആസ് മീസോഡേം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഒരു കോഡ് പോലെ നമുക്ക് പഠിക്കാം. സോ ഈ കോഡ് പെൻ എന്ന് ഓർത്താൽ മതി കേട്ടോ. പെൻ, ദാറ്റ് മീൻസ് P for pigment cells, N for neurons and E for epidermal cells of the skin. സോ അതിൽ ഏറ്റവും ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന കോഡാണ് പെൻ. മീസോഡേമിന്റെ ആണെങ്കിൽ ഒരു കോഡ് ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ആസ് മിസ്റ്റർ ബാങ്ക് എന്ന് ഓർത്താൽ മതി. മിസ്റ്റർ ബാങ്ക്. ഓക്കെ, അപ്പൊ മിസ്റ്റർ ബാങ്കിന്റെ M for മസിൽസ് ആണ്. M for muscles, R for RBC, B for bone tissues, N for notochord and K for kidney. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ജസ്റ്റ് കോഡ് പറഞ്ഞു തരുന്നതാണ്. പിന്നെ എൻഡോഡേം ആണെങ്കിൽ സ്ലിറ്റ് എന്ന് ഓർത്താൽ മതി. സ്ലിറ്റ്. സോ സ്ലിറ്റ് എന്ന് പറയുമ്പോൾ S for stomach cells, L for lung or alveolar cells, I for inner lining of alimentary canal and T for thyroid cells. ഓക്കെ, അപ്പൊ ഇത് ഞങ്ങൾ പണ്ട് പഠിക്കുന്ന സമയത്തെ ഇതിനൊരു കോഡ് ഇങ്ങനെ പഠിക്കണമെന്നറിയാമോ? ഈ മീസോഡേം ഓർത്തിരിക്കാനായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കോഡായിരുന്നു ബോണി അന്നക്കുട്ടിയുടെ ഫേസ് നോക്കി RBCയുടെയും കിഡ്നിയുടെയും പടം വരച്ചു. ഓക്കെ, അതാണ് പണ്ട് പഠിച്ചൊരു കോഡ് ഓർത്തിരിക്കാൻ. ബോണി അന്നക്കുട്ടിയുടെ ഫേസ് നോക്കി RBCയുടെയും കിഡ്നിയുടെയും പടം വരച്ചു എന്നാണ് പണ്ടങ്ങാണ്ട് പഠിച്ച ഒരു കോഡാണ്. ബുക്കിൽ എഴുതിയൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് ഏറ്റവും ഓർത്തിരിക്കുക. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് ആ സമയത്ത് അയ്യോ എക്ടോഡേമിന്റെ അകത്ത് ഏതാ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആയി പോകും. സോ ഓർത്തിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കോഡ്സ് നോക്കി വെക്കുക കേട്ടോ. സോ ദിസ് ഇസ് സംതിങ് അബൌട്ട് the germ layers. എഴുതിയോ മക്കളെ? എത്ര എഴുതിയോ? ഓക്കെ, ശരി. അപ്പം ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ എവിടെ വരെ പറഞ്ഞത്. സോ വി വർ സ്പീക്കിംഗ് വിത്ത് റെസ്പെക്ട് ടു വാട്ട്? വിത്ത് റെസ്പെക്ട് ടു ഗ്യാസ്ട്രുല. അപ്പൊ നമുക്കൊരു സൈക്കിൾ വരയ്ക്കുവാണെങ്കിൽ നമുക്കറിയാം. സോ ഇവിടെ സ്പേം ആൻഡ് എഗ് ഉണ്ട്. സോ സ്പേം ആൻഡ് എഗ്, സോ ഇത് ഫ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്തു? സൈഗോട്ട് ഫോം ചെയ്തു. സൈഗോട്ട് എന്ത് ഫോം ചെയ്തു? സൈഗോട്ട് ഗിവ് റൈസ് ടു ദ ബ്ലാസ്റ്റുല ഫോം ചെയ്തു. ആൻഡ് ബ്ലാസ്റ്റുല ഗിവ് റൈസ് ടു വാട്ട്? ഇറ്റ് ഗിവ് റൈസ് ടു ഗ്യാസ്ട്രുല.
ഓക്കെ, ഗ്യാസ്ട്രുലയാണ് നമുക്ക് എന്ത് തരുന്നത്? ഗ്യാസ്ട്രുല ഗിവ് റൈസ് ടു ഓർഗൻസ്. ഓക്കെ, സോ ഓർഗൻസ്. അപ്പൊ ഈ പ്രോസസ്സ് പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. ഓക്കെ, സോ ഇതാണ് ഒരു സൈക്കിൾ ഓഫ് ലൈഫ് എന്ന് നമ്മൾ ബേസിക്കലി പറയുന്നത്. അപ്പൊ ദിസ് പ്രോസസ്സിനെ നമ്മൾ fertilization, so this is called as fertilization. ഇവിടെ നിന്നുള്ളത് this is called as blastulation. Okay, and this process is called as gastrulation. Okay, and ഈ പ്രോസസ്സിനാണ് നമ്മൾ ഓർഗാനോജെനസിസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓർഗാനോജെനസിസ്, അതായത് ഗ്യാസ്ട്രുലയിൽ നിന്നും ഓർഗൻ ഫോം ചെയ്യുന്ന പ്രോസസ്സിനാണ് ഓർഗാനോജെനസിസ്. ആൻഡ് ഓർഗൻസിൽ നിന്ന് സ്പെർം ആൻഡ് എഗ് ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് മെച്ചുറേഷൻ എന്ന് വിളിക്കും. ഓക്കെ, സോ ഇതാണ് സിംപ്ലി നമ്മുടെ സൈക്കിൾ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് സിംപ്ലി വാട്ട് ഇസ് കോൾഡ് ആസ് ദ സൈക്കിൾ ഓഫ് ലൈഫ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സോ ഇതാണ് ഫസ്റ്റ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നോക്കേണ്ടത് എന്താ? നെക്സ്റ്റിലോട്ട് പോയാലോ? സോ നെക്സ്റ്റ് ടോപ്പിക് വന്നിട്ട്, സോ ദിസ് ഇസ് അബൌട്ട് സംതിങ് റിലേറ്റഡ് ടു ദ ജെർം ലെയേഴ്സ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. നെക്സ്റ്റ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ് ആണ് which is called as gametogenesis. ഓക്കെ, ഗമീറ്റ് ഉണ്ടാവുന്ന പ്രോസസ്സാണ്. നിങ്ങൾ എല്ലാവരും പഠിച്ചതാണ് gametogenesis. ഓക്കെ, സോ ഗാമറ്റോ നമുക്കറിയാം, നമ്മുടെ ബോഡി സെൽസിനെ നമുക്ക് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? സോ ബോഡി സെൽസ് ബേസിക്കലി രണ്ട് ടൈപ്പ് ആണുള്ളത്. ഒന്നാമത്തെ സെൽസ് ആണ് ഇറ്റ് ഇസ് കോൾഡ് ആസ് സൊമാറ്റിക് സെൽസ്. നമ്മുടെ ബോഡി ഇൻ ജനറൽ ആയിട്ട് ബോഡി സെൽസ് എന്ന് വിളിക്കുന്ന ലിറ്ററലി പറയുന്ന സൊമാറ്റിക് സെൽസ് ഉണ്ട്. ആൻഡ് വി ഹാവ് ഗോട്ട് ദ ജെർം സെൽസ് ഉണ്ട്. ശരിക്കും ബോഡി സെൽസ് എന്ന് പറഞ്ഞാൽ സൊമാറ്റിക് സെൽസ് ആണ്. ഓക്കെ, അങ്ങനെ എഴുതാം. ഓക്കെ, ജെർം സെൽസ് ഉണ്ട്. അപ്പൊ ഇത് എന്ത് ഡിവിഷൻ അണ്ടർഗോ ചെയ്യുന്നത്? ബേസിക്കലി ഇവര് മൈറ്റോട്ടിക് ഡിവിഷൻസ് ആയിരിക്കും അണ്ടർഗോ ചെയ്യുന്നത്. പക്ഷെ ഇവര് അങ്ങനെയല്ല, ജെർം സെൽസ് മിയോസിസ് ആണ് അണ്ടർഗോ ചെയ്യുന്നത് അല്ലെ? സോ ദേ വിൽ ബി ബേസിക്കലി അണ്ടർഗോയിങ് മിയോസിസ്. അപ്പൊ ഈ ജെർം സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്? ദേ ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ്. ഗമീറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ജെർം സെൽസ് മിയോസിസ് അണ്ടർഗോ ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്തുണ്ടാവുന്നത്? ആദ്യം ഗമീറ്റ്സ് ഫോം ചെയ്യുന്നത് കേട്ടോ. അപ്പം ജെർം സെൽസിലെ ഒരു ജെർം ലൈൻ ആദ്യം എപ്പോഴും ഓർത്തിരിക്കുക. ജെർം സെൽസിൽ എന്ത് ടൈപ്പ് ഓഫ് സ്പെസിഫിക്കേഷൻ ആണെന്നറിയാമോ? So this will be having, germ cells will be having autonomous specification. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലായിരുന്നു ഓട്ടോണോമസ് ആൻഡ് കണ്ടീഷണൽ എന്നൊക്കെ. സോ ഇവിടെ കാണിക്കുന്നത് എന്ത് സ്പെസിഫിക്കേഷനാ? സോ ദിസ് വിൽ ബി ഷോയിങ് ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്കറിയാം ജെർം സെൽസിന്റെ തന്നെ സൈറ്റോപ്ലാസത്തിൽ പല ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ആസ് ജെർം പ്ലാസം എന്ന് വിളിക്കും. നമ്മൾ ജെർം സെൽസ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ സൈറ്റോപ്ലാസത്തിൽ എന്താ? ഇതിനാണ് നമ്മൾ ജെർം പ്ലാസം എന്ന് വിളിക്കുന്നത്. സോ ഈ ജെർം പ്ലാസത്തിന്റെ അകത്ത് ചില സിഗ്നൽസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഈ ഓട്ടോണോമസ് സ്പെസിഫിക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ചില കോമ്പോണൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോമ്പോണൻസിന്റെ ചില ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഇതിനകത്തുണ്ട്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഡ്രോസോഫിലയിൽ പറഞ്ഞില്ലേ, നാനോക്സ്, വാസ, ഇങ്ങനെ കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്. അപ്പൊ ഈ പ്രോട്ടീൻസ് ആണ് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? ഈ ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ തന്നെത്താനെ ഗമീറ്റ്സ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് സ്റ്റേജസ് ഓഫ് ഗാമറ്റോജെനസിസ് ആണ്. എന്തൊക്കെയാണ് ഇതിന്റെ സ്റ്റേജസ് നമുക്ക് നോക്കാം. ഇവിടെ സ്പീഡ് കൂടുതലാണോ? എനിക്ക് സ്വയം തോന്നുന്നു സ്പീഡ് കൂടുതലാണോ? കാർത്തിക, ഹലോ കാർത്തിക, മോളെ ശ്രദ്ധിച്ചിരുന്നോട്ടോ? നമ്മൾ ഗാമറ്റോജെനസിസ് ആണ് നോക്കുന്നത്. സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ലേ? മിണ്ടുന്നില്ലല്ലോ. ഇല്ല. ഓക്കെ, ശരി. സോ നോക്കിക്കോ, കാർത്തിക ഇച്ചിരി ലേറ്റ് ആയല്ലേ? കാർത്തിക, നമ്മള് ഗാമറ്റോജെനസിസ് വെച്ചൊന്ന് എഴുതി വെച്ചോട്ടോ. ഞാൻ മുന്നേ 2 സ്ലൈഡ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തേ. ശ്രദ്ധിച്ചു. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്റ്റേജസ് നമുക്ക് നോക്കാവേ. അതിന് മുന്നേ ഈ ജെർം സെൽസ് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ജെർം സെൽസിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? ഗമീറ്റ് ഉണ്ടാവുന്നത് അല്ലെ? സോ ഇവര് ഗമീറ്റ്സ് ഉണ്ടാവും. അപ്പൊ ഈ ഗമീറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചില സെൽസ് ഉണ്ട്. അതിനാണ് ഗമീറ്റ് പ്രോജനേറ്റർ സെൽസ് ഉണ്ട്. അതായത് ചില സെൽസ്, ഓക്കെ, എല്ലാ സെൽസും ഗമീറ്റ് ആവില്ല കേട്ടോ. അപ്പൊ ചില സെൽസ് ഉണ്ട്, ഇപ്പൊ ഈ സെല്ലായിരിക്കും ചിലപ്പോൾ എന്തുണ്ടാവുന്നത്? ഗമീറ്റ് ആയി മാറുന്നത്. അപ്പൊ ഈ സെല്ലിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്ന അറിയാമോ? സോ ദിസ് ഇസ് കോൾഡ് ആസ് ഗമീറ്റ് പ്രോജനേറ്റർ സെൽ. ഓക്കെ, ഗമീറ്റ് പ്രോജനേറ്റർ എന്ന് വെച്ചാൽ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെ? സോ പ്രോജനേറ്റർ സെൽസ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് പ്രൈമോർഡിയൽ ജെർം സെൽസ് എന്ന് വിളിക്കും. എന്താണ്? പ്രൈമോർഡിയൽ ജെർം സെൽസ്. ഓക്കെ, primordial germ cells എന്ന് വിളിക്കും. Okay, so that is called as progenitor cell. അപ്പം സ്റ്റേജസ് ഓഫ് ഗാമറ്റോജെനസിസ് പറയുമ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ജെർം പ്ലാസം. ഈ ജെർം പ്ലാസം ഉണ്ടാവണം എന്നാൽ മാത്രമാണ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഒക്കെ ഫിൽ ചെയ്തിട്ട് അവർക്ക് എന്താവാൻ പറ്റുള്ളൂ? അവർക്ക് ട്രാൻസ്ക്രിപ്ഷൻ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് അതിനെ ഗമീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? ഇറ്റ് ഇസ് ദ ഫോർമേഷൻ ഓഫ് ജെർം പ്ലാസം. ചിലപ്പോൾ ഇവർ ഈ ഓർഡർ ആസ് ചോദിക്കും കേട്ടോ. ഇതിപ്പോ 3-4 സ്റ്റെപ്സ് ആണ്. ചിലപ്പം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവരിങ്ങനെ ഓർഡർ വൈസ് തന്നെ ചോദിക്കും. ഓക്കെ,
സോ ഫോർമേഷൻ ഓഫ് ജേർംപ്ലാസം ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് PGC, അതായത് ഏതാണ് പ്രൈമോഡിയൽ ജേർം സെൽ ആവേണ്ടതെന്നും കൂടെ ഡിറ്റർമൈൻ ചെയ്യണം. എല്ലാം ആയി കഴിഞ്ഞ പ്രശ്നമാണല്ലോ. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് formation of germplasm and determination of primordial germ cells. അങ്ങനെ PGC എഴുതിയിട്ടുള്ളതാണ് primordial germ cells. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, ഈ PGC മൈഗ്രേറ്റ് ചെയ്യണം. എങ്ങോട്ടാ? മൈഗ്രേറ്റ് ചെയ്താൽ മാത്രമാണ് എന്തായി മാറത്തുള്ളൂ. മൈഗ്രേഷൻ ഇൻ ദ സെൻസ് ഇത് എൻലാർജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എന്തായി മാറത്തുള്ളൂ, ഗൊണാഡ്സ് ആയി മാറത്തുള്ളൂ. ഓക്കെ, സോ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് മൈഗ്രേഷൻ ഓഫ്, സോ രണ്ടാമത്തെ സ്റ്റെപ്പാണ് മൈഗ്രേഷൻ ഓഫ് PGC into developing gonads. Okay, so developing the gonads, കാരണം ഗൊണാഡ്സിന്റെ അകത്താണ് നമ്മുടെ സ്പേംസ് ഉണ്ടാക്കുന്നത് അല്ലേ. സോ ഡെവലപ്പിംഗ് ഗൊണാഡ്സിലേക്ക് ആര് മൈഗ്രേറ്റ് ചെയ്ത് പോകണം? ഈ PGC മൈഗ്രേറ്റ് ചെയ്ത് പോകണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇസ് ഡെഫിനറ്റ്ലി റിഡക്ഷൻ ഡിവിഷൻ നടക്കണം. കാരണം ഇതെല്ലാം ഡിപ്ലോയിഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ആൻഡ് സെൽസ് ആണ്. അപ്പൊ അതെന്ത് അണ്ടർഗോ ചെയ്യണം? ദേ ഹാവ് ടു അണ്ടർഗോ റിഡക്ഷൻ ഡിവിഷൻ. സോ ദാറ്റ് ഇസ് മിയോസിസ്. നാലാമത്തെ സ്റ്റേജ് ആണ് ഡിഫറൻസിയേഷൻ. ഇതിപ്പോ ഞാൻ വിത്ത് റെസ്പെക്ട് ടു സ്പേം മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ, രണ്ടും ഉണ്ട്, അതായത് എഗ്ഗും ഉണ്ട് സ്പേമും ഉണ്ട് കേട്ടോ. സോ ഗമീറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ബോത്ത് സ്പേം ആസ് വെൽ ആസ് എഗ് അല്ലേ. സോ സ്പേമും ഉണ്ട് എഗ്ഗും ഉണ്ട്. അപ്പൊ ഞാനിവിടെ എപ്പോഴും സ്പേമാണ് പറയുന്നത്. സോ അത് നിങ്ങൾ ഇതാക്കല്ലേ. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, ഡിഫറൻസിയേഷൻ ആണ്. ഇനി എന്ത്, മിയോസിസ് നടന്നു അല്ലേ. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാലോ. സോ ഡിഫറൻസിയേഷൻ ഓഫ് സ്പേം ആൻഡ് എഗ് സെൽസ്, സ്പേം ആൻഡ് എഗ് സെൽസ്, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കേട്ടാല് അഞ്ചാമത്തെ സ്റ്റെപ്പാണ് ഹോർമോണൽ കൺട്രോൾ ആൻഡ് ഗമീറ്റ് മെച്ചുറേഷൻ ആൻഡ് ഓവുലേഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് വാട്ട്? ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഹോർമോണൽ കൺട്രോൾ and gamete maturation and ovulation. Okay, so ഇതാണ് 5 stages of gametogenesis. Okay, clear ആണോ 5 സ്റ്റേജ്? അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? That is the formation of germplasm and determination of PGC. Next step migration of PGC into developing gonads. Third step meiosis. Fourth step differentiation of the sperm and egg cells, and final step hormonal control and gamete maturation and ovulation. Okay, അപ്പോൾ ഇതില് മാമൽസിന്റെ കേസിലുണ്ടല്ലോ ഈ മൈഗ്രേഷൻ ഉണ്ടല്ലോ, ഈ മൈഗ്രേഷൻ ഓഫ് PGC ഇൻടു ഡെവലപ്പിംഗ് ഗോണാഡ്സ് ചുമ്മാതെ തന്നെ മൈഗ്രേറ്റ് ചെയ്യില്ല. അപ്പൊ ചില ഫാക്ടേഴ്സ് വേണം. സോ മാമൽസിന്റെ കേസിൽ മൈഗ്രേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് സ്റ്റെം സെൽ ഫാക്ടർ. എന്താണ്? സോ സ്റ്റെം സെൽ ഫാക്ടർ ഉണ്ട്, SCF എന്ന് വിളിക്കും കേട്ടോ. ഈ സ്റ്റെം സെൽ ഫാക്ടർ ആണ് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? ഈ PGC ഡെവലപ്പിംഗ് ഗൊണാഡ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ്. സോ ദിസ് ഇസ് എക്സ്ക്ലൂസീവ്ലി ഫോർ മാമൽസ് ആണ്. ഓക്കെ, സോ സോ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ക്ലിയർ ആണല്ലോ? ഇത്ര ഓക്കെ അല്ലേ? നെക്സ്റ്റിലേക്ക് പോകാലോ. സ്പെർമാറ്റോജെനസിസിലോട്ട് പോയാലോ? എന്താ സ്പെർമാറ്റോജെനസിസ് പ്രോസസ് നോക്കാം. Okay. So next step നോക്കിക്കോ. Next step is called as spermatogenesis. ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഡൗട്ട് ഇല്ല ചോദിക്കണേ. ഓക്കെ, സോ നമുക്ക് ഗാമറ്റോജെനസിസ് ആണ് ജനറൽ പഠിക്കാൻ പോകുന്നത്. സോ ഗാമറ്റോജെനസിന്റെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? സ്പേം മെച്ചുറേഷൻ, അതായത് സ്പെർമാറ്റോജെനസിസ് എന്താന്ന് നോക്കാം. സോ നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള കാര്യമായിട്ട് ഞാൻ വെറുതെ റിപ്പീറ്റ് ചെയ്യുവാണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന കാര്യങ്ങളല്ലേ സ്പെർമാറ്റോജെനസിസ്. അപ്പൊ എന്താ സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? ഫോർമേഷൻ ഓഫ് സ്പേം ആണ് അല്ലേ. സോ സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സിനാണ് ഫോർമേഷൻ ഓഫ് സ്പേംസ് ഇസ് റെഫർഡ് ടു ആസ് വാട്ട്? ഇറ്റ് ഇസ് റെഫർഡ് ടു ആസ് സ്പെർമാറ്റോജെനസിസ്. അത് മെയിൻ ആയിട്ട് ഒക്കർ ചെയ്യുന്നത് എവിടെയാ? ഇറ്റ് ഒക്കേഴ്സ് ഇൻ ടെസ്റ്റിസ് അല്ലേ. സോ ടെസ്റ്റിസിന്റെ അകത്തായിരിക്കും ഈ ഒരു പ്രോസസ് നടക്കുന്നത്. അപ്പം ടെസ്റ്റിസിന്റെ അകത്ത് എന്താ ഉള്ളത്? സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. അപ്പൊ സ്പെസിഫിക് ആയിട്ടൊക്കെ നമ്മൾ പഠിക്കണേ. സോ സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ് ഇതിന്റെ ഒരു മെച്ചുറേഷൻ നടക്കുന്നത്. സോ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. സോ ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്താണ് ഇറ്റ് ഇസ് ആക്ച്വലി ദ സൈറ്റ് ഓഫ് സ്പെർമാറ്റോജെനസിസ്. ഇങ്ങനെയൊക്കെ വേണം എക്സാമിന് ചോദിക്കാം. ഓക്കെ, സൈറ്റ് ഓഫ് സ്പെർമാറ്റോജെനസിസ് ഇൻ ജനറൽ ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസിന്റെ അകത്ത് തന്നെ ഏതാണ്ട് 800 feet ലെങ്ത് ഉള്ള ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ മെച്ചുറേഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ പെരിഫറി ടുവേർഡ്സ് ദി ലൂമൻ സൈഡിലോട്ടായിരിക്കും കേട്ടോ. അപ്പം പെരിഫറൽ സൈഡ്സിൽ നിന്ന് ലൂമനിലോട്ടായിരിക്കും എന്താ മെച്ചുറേഷൻ നടക്കുന്നത്. അപ്പം ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ അകത്ത് ബേസിക്കലി നമുക്ക് 2 ടൈപ്പ് ഓഫ് സെൽസിനെ കാണാൻ പറ്റും.
ഒന്നാമത്തേതാണ് ഇറ്റ് ഇസ് കോൾഡ് എസ്, നിങ്ങൾക്കറിയാം സെർട്ടോളി സെൽസ് ഉണ്ട്. ആൻഡ് രണ്ടാമത്തെ ടൈപ്പ് ആണ് ഇറ്റ് ഇസ് കോൾഡ് എസ് ലേഡി സെൽസ് ഉണ്ട് അല്ലേ. സോ ഇതാണ് രണ്ട് ബേസിക് സെൽ ടൈപ്സ് ഇതിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും സെർട്ടോളി സെൽസിന്റെ ഫംഗ്ഷൻ എന്താ, ഇറ്റ് ഇസ് നോറിഷ്മെന്റ്. ഇതൊക്കെ ചോദിക്കുന്നതാണ്. നമുക്കിത് സില്ലി ആയിട്ട് തോന്നുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട്, പക്ഷേ ഇത് എപ്പോഴും ചോദിക്കും കേട്ടോ. സോ ഇതാണ് സെർട്ടോളി സെല്ലിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലേഡി സെൽസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? സോ ദേ വിൽ ബി മെയിൻലി പ്രൊഡ്യൂസിങ് ടെസ്റ്റോസ്റ്റിറോൺ. അപ്പൊ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരാണ് ഇത് ഈ ലേഡി സെൽസ്. ഓക്കെ ഓക്കെ. പിന്നെ ഈ സെർട്ടോളി സെല്ലിന്റെ വേറൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഫാഗോസൈറ്റിക് ആക്ടിവിറ്റി ഉണ്ട്. അതായത് എൻഗൾഫ് ചെയ്യാൻ പറ്റും. ഇപ്പം ഡിഫക്റ്റീവ് ആയിട്ടുള്ള സ്പാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ എൻഗൾഫ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇറ്റ് ഹാസ് ഓൾസോ ഗോട്ട് ഫാഗോസൈറ്റിക് ആക്ടിവിറ്റി. Okay, so this is the these are some points related to this. Okay. അപ്പോൾ ഇതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കറിയാം നോർമലി എന്താ മൈറ്റോസിസ് അണ്ടർഗോ ചെയ്യും അല്ലേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ മൈറ്റോസിസ് അണ്ടർഗോ ചെയ്യും. അതായത് ആരെ മൈറ്റോസിസ് അണ്ടർഗോ ചെയ്യുന്നത്? സ്പെർമറ്റോസൈറ്റ്സ് മൈറ്റോസിസ് അണ്ടർഗോ ചെയ്യും അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം പ്രൊലിഫറേഷൻ സ്റ്റെപ്പാണ്. സോ ഇതിന്റെ ഒരു 3 സ്റ്റേജസ് നമ്മൾ പറയുവാണെങ്കിൽ ബേസിക്കലി സ്പെർമറ്റോജെനസിന്റെ ഒരു 3 സ്റ്റേജസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് കോൾഡ് പ്രൊലിഫറേഷൻ ഓഫ് PGC ആണ്. നമ്മുടെ പ്രൈമോഡിയൽ ജാം സെൽസ് ഉണ്ടല്ലോ, അത് പ്രൊലിഫറേഷൻ നടക്കും. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വിച്ച് ഇസ് പ്രൊലിഫറേഷൻ ഓഫ് PGC. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് എന്ത് നടക്കുന്നത്? മിയോസിസ് നടക്കുന്നത്, മിയോട്ടിക് ഫേസ് ഉണ്ട്. ആൻഡ് മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് സ്പെർമിയോജെനസിസ്, അതായത് സ്പെർമിന്റെ റിലീസ് നടക്കുന്നത്. ഓക്കെ, സ്പെർമിയോജെനസിസ് നടക്കുന്നത് മൂന്നാമത്തെ സ്റ്റേജിലാണ്. അപ്പൊ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള 3 സ്റ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കേട്ടോ. സോ ഈ പറഞ്ഞ സ്പെർമാറ്റോജെനസിസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ സംഭവിക്കുന്നത് നോക്കിക്കോ. നമ്മുടെ അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ PGC എവിടെ എത്തുന്നത്? സോ PGC എവിടെ എത്തും? ദേ വിൽ റീച്ച് ദ ഗോണാഡ് അല്ലെ. ഗോണാഡിൽ എത്തും. നമ്മൾ നേരത്തെ ആ പ്രൊസീജിയറിൽ പഠിച്ചായിരുന്നു. അപ്പൊ ഇങ്ങനെ ഗോണാഡിൽ എത്തുന്ന PGCനെ പറയുന്ന പേരാണ് ഗോണോസൈറ്റ്സ് എന്ന് വിളിക്കും. സോ ദിസ് ഇസ് കോൾഡ് ആസ് വാട്ട്? ദിസ് ഇസ് കോൾഡ് ആസ് ഗോണോസൈറ്റ്സ്. അതായത് PGC ഗോണാഡിൽ എത്തുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഗോണോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഈ ഗോണോസൈറ്റ്സ് നേരെ എങ്ങോട്ടേക്ക് പോകുന്ന അറിയാമോ? സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ അതിലോട്ട് പോകും. സോ ദേ വിൽ ഗോ വേർ? ദേ വിൽ ഗോ ടു ദ സെമിനിഫറസ് ട്യൂബ്യൂൾ. കാരണം അവിടെയാണ് ഈ പറഞ്ഞ ന്യൂട്രീഷൻ കൊടുക്കാനും ഹോർമോണലും ഒക്കെ കിട്ടത്തുള്ളൂ. സോ ദേ വിൽ ബി ഗോയിങ് വേർ? ദേ വിൽ ബി ഗോയിങ് ടു സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ ഗോണോസൈറ്റ് അപ്പൊ ഇതിവിടെ എത്തിട്ടോ, ഇതിവിടെ എത്തി. ഇത് വേറെ സ്റ്റേറ്റ്. നിങ്ങൾ ഇച്ചിരി കൂടെ വൃത്തിക്കൊക്കെ ഇപ്പുറത്തോട്ടൊക്കെ എഴുതിക്കോട്ടോ. നിങ്ങൾ എഴുതുമ്പോൾ കഴിവത് ഇങ്ങനെ പടമൊക്കെ വരച്ച് എഴുതിക്കോ. അപ്പൊ ഒരിക്കലും മാർക്കില്ലേ. സെന്റൻസ് ആയിട്ട് എഴുതുന്നതിലും ഇങ്ങനെ വരച്ചൊക്കെ എഴുതിയാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഓർത്തിരിക്കാനാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യുന്നറിയാമോ? ഈ ഗോണോസൈറ്റ്സ് എന്ത് ചെയ്യാൻ പോവാ? ദേ ആർ ഗോണ അണ്ടർഗോ വാട്ട് ദേ ആർ ഗോണ അണ്ടർഗോ മൈറ്റോസിസ്. ഓക്കെ, സോ ഇവരെന്ത് ചെയ്യാൻ പോവാ? ഇവര് മൈറ്റോസിസ് അണ്ടർഗോ ചെയ്യാൻ പോവാ. അപ്പൊ മൈറ്റോസിസ് അണ്ടർഗോ ചെയ്യുമ്പോൾ ദേ വിൽ റിസൾട്ട് ഇൻ എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെൽസ്. ദേ ആർ കോൾഡ് ആസ് ടൈപ്പ് AS സ്പെർമറ്റോഗോണിയം. ഓക്കെ, സോ അതെന്തായി മാറും? ടൈപ്പ് AS സ്പെർമറ്റോഗോണിയമായി മാറും. ഓക്കെ, ടൈപ്പ് AS ആയിട്ടോ. ഈ ഇച്ചിരി ഓക്കെ, ടൈപ്പ് AS സ്പെർമറ്റോഗോണിയം. ഈ ടൈപ്പ് AS എന്ത് ചെയ്യും? വീണ്ടും ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് ദേ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ടൈപ്പ് A1 ആൻഡ് ടൈപ്പ് AS വീണ്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഗോണോസൈറ്റ്സ് ഉണ്ടായിരുന്നു. ഗോണോസൈറ്റ്സ് മൈറ്റോസിസ് അണ്ടർഗോ ചെയ്തിട്ട് ടൈപ്പ് AS സ്പെർമറ്റോഗോണിയായി. എന്നിട്ട് ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ടൈപ്പ് A1 ടൈപ്പ് AS. ഈ AS എന്ന് പറയുന്നത് സ്റ്റെം സെൽസ് ആട്ടോ. കാരണം വീണ്ടും ഇനി ഡിവിഷൻസ് അണ്ടർഗോ ചെയ്യണമല്ലോ. അപ്പൊ ഒരു സെറ്റ് അങ്ങനെ പോകും. ഇനി ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് ഈ A1 സെൽസ് ആണ്. അപ്പൊ ഈ A1 എന്ത് ചെയ്യുന്നറിയാവോ? ഞാൻ ഇങ്ങോട്ട് നീക്കി എഴുതാട്ടോ. സോ ദിസ് A1 ഗിവ് റൈസ് ടു 2 ടൈപ്പ് ഓഫ് സെൽസ് ആണ്. സോ ദേ വിൽ ഗിവ് റൈസ് ടു again type A1 and type B cells. Okay, type B cells form ചെയ്യും. ഈ ടൈപ്പ് B ആണ് പിന്നെ എങ്ങോട്ടേക്ക് പോകുന്നത്? they will be undergoing what? they will be undergoing meiosis. Okay, so ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ട് മിയോസിസ് വരെയുള്ള ഒരു സ്റ്റേജ്. അപ്പൊ ഈ സെൽസ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഉണ്ടല്ലോ, ഇവർ എന്ത് ചെയ്യുന്നറിയാവോ? ഈ സൈറ്റോപ്ലാസ്മിക് ആയിട്ട് ഒരു ബ്രിഡ്ജ് ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ട്. രണ്ട് സെൽസ് ആണെങ്കിൽ
ഇവിടെ എപ്പോഴും എന്താ ഒരു സൈറ്റോപ്ലാസ്മിക് ബ്രിഡ്ജ് ഫോം ചെയ്യും. അതുകൊണ്ടാണ് ഈ എക്സും വൈയും ക്രോമസോംസിൽ തമ്മിൽ അത് നമ്മൾ പറഞ്ഞില്ലേ. സോ ഫാദർ ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്രോജനിയുടെ സെക്സ് ഏതാന്നുള്ളത്, അതായത് ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് അച്ഛന്റെ ക്രോമസോംസ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സെൽസ് ഡിവൈഡ് ചെയ്തിരിക്കുന്ന സമയത്ത് എപ്പോഴും എന്താ ഒരു സൈറ്റോപ്ലാസ്മിക് ബ്രിഡ്ജ് ഫോം ചെയ്യും, ഒരു കണക്ഷൻ ഉണ്ടാവും. ഇപ്പൊ എക്സ് ക്രോമസോമും വൈ ക്രോമസോമും തമ്മിൽ എന്താ ഡെഫിനറ്റ്ലി there will be a connection gonna take place. അതുകൊണ്ടാണ് ഈക്വൽ ചാൻസ് ആണ് പ്രോജനി എന്താവണം, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളതിന് ഈക്വൽ ചാൻസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായി ടൈപ്പ് ബി ആയിരുന്നു അല്ലെ. സോ നമ്മൾ ടൈപ്പ് ബി വരെ പറഞ്ഞു. സോ ടൈപ്പ് ബി എന്ത് അണ്ടർഗോ ചെയ്തു? ടൈപ്പ് ബി നമുക്ക് നോക്കാം, മിയോസിസ് അണ്ടർഗോ ചെയ്തു. ഓക്കെ, സോ ടൈപ്പ് ബി മിയോസിസ് അണ്ടർഗോ ചെയ്തു. ഇത് മിയോസിസ് അണ്ടർഗോ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്തു എന്നറിയാമോ? they will form primary spermatocyte. ഇവരെന്താ ഫോം ചെയ്തത്? സോ they resulted in the formation of primary spermatocyte. അപ്പൊ ഇത് ഇവരുടെ മിയോസിസ് 1 ആണ്. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ആണ് ഇവിടെ അണ്ടർഗോ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്തു? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അണ്ടർഗോ ചെയ്തു, അല്ല ഫോം ചെയ്തു. ഓക്കെ, പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. എന്നിട്ട് ഇതിൽ നിന്ന് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്തു. ഓക്കെ, സോ മിയോസിസ് 2 ലിറ്ററലി എന്താ മൈറ്റോസിസ് ആണ് അല്ലേ. So meiosis 2 undergo ചെയ്തിട്ട് it results in the formation of secondary spermatocyte. Secondary spermatocyte. So primary spermatocyte undergoes meiosis and forms primary spermatocyte, and this undergoes second meiosis and results in the formation of secondary spermatocyte. Okay, എന്നിട്ട് എന്ത് പറ്റിയെന്ന് അറിയാമോ? ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആണ് ഫൈനലി എന്ത് തരുന്നത്? സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്യുന്നത് കേട്ടോ. സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്യും. Okay, so that give rise to spermatids, and the spermatids later on give rise to what? This give rise to spermatozoa. Okay, spermatozoa. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇത് മുതലേ ഹാപ്ലോയിഡ് അല്ലേ. സോ ദിസ് ഇസ് ഹാപ്ലോയിഡ്, ദിസ് ഇസ് ഹാപ്ലോയിഡ്, ദിസ് ഇസ് ഹാപ്ലോയിഡ് ആൻഡ് ദിസ് ഇസ് ഓൾസോ ഹാപ്ലോയിഡ്. ക്ലിയർ ആണോ? എടാ ഞാൻ എഴുതുന്നത് നോക്കിയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂലേ കുത്തി വരച്ചൊക്കെ എഴുതുന്നോണ്ടേ. ഇതാ മനസ്സിലായോ? കിട്ടിയോ? മനസ്സിലായി. So this was about what? This was about mainly spermatogenesis. അപ്പൊ ഇനി നോക്കാവേ, നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ സ്പേം ഉണ്ടായില്ലേ. അപ്പൊ സ്പെർമിയോജെനസിസ് എന്നൊരു പ്രോസസ് ഉണ്ട്. സ്പെർമിയോജെനസിസ് അതായത് നമ്മുടെ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടല്ലോ, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്നും സ്പേം ഉണ്ടാവുന്ന പ്രോസസ് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്പെർമിയോജെനസിസ് എന്ന് വിളിക്കുന്നത്. സിലബസിൽ ഇങ്ങനെ ഒരു വാക്ക് കിടപ്പുണ്ട്, അതുകൊണ്ടായിരിക്കാം എഴുതുന്നത് കേട്ടോ. സ്പെർമിയോജെനസിസ്. So it is the formation of sperm from the secondary spermatocyte, that is called as spermiogenesis. അപ്പം സ്പെർമിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വാട്ട്? അതിനൊരു ഓക്കെ, അപ്പൊ അതിന് ഒരു ടെയിൽ പീസ് ഉണ്ട് അല്ലേ. സോ ദിസ് ഇസ് ദ ടെയിൽ. പിന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നെക്ക് ഉണ്ട്, ഇത് നമ്മുടെ നെക്ക്, ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഒരു ഹെഡും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതില് രണ്ട് സെൻട്രിയോൾസ് ഉണ്ട്. സോ ദിസ് ഇസ് ദ പ്രോക്സിമൽ ആൻഡ് ദിസ് ഇസ് ദ ഡിസ്റ്റൽ സെൻട്രിയോൾ. ഓക്കെ, സോറി, ഇതാണ് ഇതിന്റെ ഹെഡ് പീസിലുള്ളത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ ന്യൂക്ലിയസ്, ആൻഡ് ദിസ് ഇസ് വാട്ട്? ദിസ് ഇസ് ദ ആക്രോസോം. ആക്രോസോം ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ആക്രോസോം ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സെൻട്രിയോൾസ് ഉണ്ട്. അതിൽ ദിസ് ഇസ് ദ ഡിസ്റ്റൽ സെൻട്രിയോൾ, and this is the proximal centriole. രണ്ട് സെൻട്രിയോൾസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഈ സ്പേം ഉണ്ടാവുന്ന പ്രോസസ് എങ്ങനെയാണെന്ന് പഠിക്കണമല്ലോ. ഓക്കെ, സോ ഹൗ വിൽ ബി ദ സ്പേം ഫോംഡ് അല്ലേ. അതായത് ഇതിലുള്ള ഓരോ സ്ട്രക്ചേഴ്സും എങ്ങനെയൊക്കെയാണ് ഫോം ചെയ്യണത് നമുക്ക് പഠിക്കണം. അതാണ് ഈ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോസസ്സ്. അപ്പൊ നമുക്ക് നോക്കാം. സോ ദ ഫസ്റ്റ് ഇസ് കോൾഡ് ആസ് ഫോർമേഷൻ ഓഫ് ആക്രോസോം. ഞാൻ ഈ പിക്ചർ ഒന്ന് വായിക്കുവാണ്.
നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താ അബൌട്ട് എങ്ങനെയാണ് സ്പേമിന്റെ ഈ ഒരു സ്ട്രക്ചർ ആസ് സച്ച് ഫോം ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. സോ വി ആർ ഗോയിങ് ടു ഡിസ്ക്രൈബ് അബൌട്ട് ദി ഡിഫറെന്റ് സ്റ്റേജസ്. അപ്പൊ അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് വിച്ച് ഇസ് കോൾഡ് ആസ് ദ ഫോർമേഷൻ ഓഫ് ആക്രോസോം. ഫോർമേഷൻ ഓഫ് ആക്രോസോം. അപ്പൊ എങ്ങനെയാണ് ആക്രോസോം ഉണ്ടാവുന്നത് നോക്കാം. ഓക്കെ, ഈ ആക്രോസോം ഉണ്ടാവുന്നത് ഫ്രം ഗോൾജി ബോഡീസ് ആണ്. സോ ദീസ് ആർ മെയിൻലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഫോംഡ് ഫ്രം ഗോൾജി ബോഡീസ്. ഓക്കെ, അതായത് ഗോൾജി ബോഡീസിന്റെ വെസിക്കുലാർ ഫ്യൂഷൻ വഴിയാണ് കേട്ടോ. സോ വെസിക്കുലാർ ഫ്യൂഷൻ, വെസിക്കിൾസ് ഫ്യൂസ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, ഈ പറയുന്ന എന്താ ആക്രോസോം ഫോം ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇസ് കണ്ടൻസേഷൻ ഓഫ് സ്പേം ന്യൂക്ലിയസ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് കണ്ടൻസേഷൻ ഓഫ് സ്പേം ന്യൂക്ലിയസ്. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, അതായത് കണ്ടൻസേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് പ്രോട്ടമൈൻസ്. ഓക്കെ, ഇത് ആക്ച്വലി ഒരു അമൈനോ ആസിഡ്സ് പോലത്തെ സാധനമാണ് കേട്ടോ. സോ പ്രോട്ടമൈൻസ് ആർ പ്രസന്റ് ആൻഡ് ദിസ് പ്രോട്ടമൈൻസ് വിൽ ബി ഹെൽപ്പിംഗ് ഇൻ വാട്ട്, ഹെൽപ്പിംഗ് ഇൻ കണ്ടൻസേഷൻ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് റിമൂവൽ ഓഫ് സൈറ്റോപ്ലാസം. അതായത് നമുക്കൊരു സെല്ലിൽ നിന്നാണ് ഈ സ്പേം ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഈ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ റിമൂവൽ ഓഫ് സൈറ്റോപ്ലാസം. ഓക്കെ, അതാണ് തേർഡ് സ്റ്റെപ്പ്. അപ്പൊ ഈ സൈറ്റോപ്ലാസം എന്തായി മാറുന്നറിയാമോ, അതായത് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതായത് സൈറ്റോപ്ലാസം റിമൂവ് ചെയ്യും. എങ്ങനെയാണ്? സോ ദേ റിമൂവ് ദ സൈറ്റോപ്ലാസം ഇൻ ദ ഫോം ഓഫ് റെസിഡ്യുവൽ ബോഡീസ്. ഇൻ ദ ഫോം ഓഫ് റെസിഡ്യുവൽ ബോഡീസ്. ഓക്കെ, റെസിഡ്യുവൽ ബോഡി ആയിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നറിയാമോ, ന്യൂക്ലിയസ് മാത്രം, കാരണം നമുക്കിത് ഫ്യൂസ് എഗ്ഗായിട്ട് ഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ സാധനത്തിന് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ന്യൂക്ലിയസ് മാത്രം ഫ്യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ വി ഹാവ് ടു ടേക്ക് ഓൺലി ദ ന്യൂക്ലിയസ് ഫ്രം ദി സ്പേം ടു കമ്പൈൻ വിത്ത് ദ എഗ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ സൈറ്റോപ്ലാസത്തിനെയൊക്കെ റിമൂവ് ചെയ്ത് മാറ്റുന്നത് കേട്ടോ. അപ്പൊ ഈ റെസിഡ്യുവൽ ബോഡിനെ അറ്റാച്ച് ചെയ്തിരിക്കുവാന്ന് വെച്ചോ, വിത്ത് സൈറ്റോപ്ലാസം ഉണ്ടെങ്കിൽ സ്പേമിന്റെ മോട്ടിലിറ്റി കുറയും. ഓക്കെ, സോ ഇഫ് റെസിഡ്യുവൽ ബോഡി ഈസ് പ്രസന്റ്, the motility of the sperm will be declined or reduced. Okay, പിന്നെ നമ്മൾ പറഞ്ഞു രണ്ട് സെൻട്രിയോൾസ് ഉണ്ട് അല്ലേ. സോ സ്പേം കൺസിസ്റ്റ് ഓഫ് വാട്ട്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 സെൻട്രിയോൾസ്. അപ്പോൾ ഒന്നാമത്തെ സെൻട്രിയോൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് കോൾഡ് ആസ് ദ പ്രോക്സിമൽ ആണ് കേട്ടോ. പ്രോക്സിമൽ ഉണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ, ഈ പ്രോക്സിമൽ സെൻട്രിയോൾ ആണ് എഗ്ഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ദിസ് വിൽ ബി ട്രാൻസ്ഫർഡ് ടു എഗ്. എഗ്ഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ പ്രോക്സിമൽ സെൻട്രിയോൾ ആണ്. പിന്നെ ഉള്ളത് ഏതായിരുന്നു, ഡിസ്റ്റൽ സെൻട്രിയോള. ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയാമോ, ടെയിൽ ഡെവലപ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ടെയിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൾസോ ആക്ട് ആസ് എംടോൺ, അതായത് മൈക്രോട്യൂബ്യൂൾ. ടെയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, നിങ്ങൾ കേട്ടിട്ടില്ലേ മൈക്രോട്യൂബ്യൂൾ ഓർഗനൈസിംഗ് സെന്റേഴ്സ് എന്നൊക്കെ, അതായിട്ട് ആക്ട് ചെയ്യും. ഈ മൈക്രോട്യൂബ്യൂൾ ഓർഗനൈസിംഗ് സെന്ററിൽ നിന്നാണ് ടെയിൽ ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഇറ്റ് ഹെൽപ്സ് ഇൻ വാട്ട്, ഇറ്റ് ഹെൽപ്സ് ഇൻ ടെയിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൾസോ and act as microtubule organizing center. ഓക്കെ, കാരണം ഇതിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്, ടെയിൽ ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ മക്കളെല്ലോ? എല്ലാവരും കാര്യമായിട്ട് ശ്രദ്ധിക്കുവാണോ അത് ഓർമ്മയാണോ? ശരി. So this is about something related to അപ്പൊ നമുക്ക് മൈക്രോട്യൂബ്യൂൾ അപ്പൊ ഞാൻ മൈക്രോട്യൂബ്യൂളിന്റെ ഒരു ചെറിയ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അത് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾ ചുമ്മാ കേട്ടിരുന്നു. ഞാനിവിടെ വായിക്കാം കേട്ടോ. അതായത് എന്താ പറയാമോ, ഈ ടെയിലിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഉള്ളൊരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 9 doublets and 2 singlets. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഡബ്ലറ്റ്സ് ആൻഡ് സിംഗ്ലറ്റ് ഒക്കെ. അപ്പോൾ 1 2 3 4 5 6 7 8 9. അപ്പൊ ഇങ്ങനെ 9 ഡബ്ലറ്റ് ഉണ്ട്, പിന്നെ 2 സിംഗ്ലറ്റും ഉണ്ട്. ഇത് എന്താണെന്നറിയോ, ടെയിലിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ്. ടെയിലിന്റെ CS എടുക്കുമ്പോഴത്തേക്കും ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വാട്ട്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 9 ഡബ്ലറ്റും ഉണ്ട് ആൻഡ് 2 സിംഗ്ലറ്റും ഉണ്ട്. ഓക്കെ,
അപ്പൊ ഈ ഡബ്ലറ്റ്സിനെ കണക്ട് ചെയ്യുന്ന ചില പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഡബ്ലറ്റ്സ് ഇങ്ങനെ കണക്റ്റഡ് ആണ് കേട്ടോ. സോ ഇത് കണക്ട് ചെയ്യുന്ന ആൾക്കാരുടെ പേര് എന്താണെന്ന് അറിയാമോ? സോ ഇതിന് പറയുന്ന പേരാണ് നെക്സിൻ. നെക്സിൻ ആണ് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി തേയിലുള്ളത് എന്താണെന്ന് അറിയാമോ? ഡൈനിൻ പ്രോട്ടീൻസ് പ്രസന്റ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഡൈനിൻ ആൻഡ് കൈനസിൻ പ്രോട്ടീൻസ്? അതായത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, അതായത് വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡൈനിൻ. അത് ഡീറ്റെയിൽ ഡൈനിൻ കൈനസിനെ പറ്റി നമുക്ക് ഡ്രോസോഫിലിക്ക് പഠിക്കാം. ഞാൻ കേട്ടിരുന്നു. സോ ഡൈനിൻ പ്രോട്ടീൻസ് ഉണ്ട്, ഡൈനിൻ പ്രോട്ടീൻസ്. അപ്പൊ ഈ ഡൈനിൻ പ്രോട്ടീൻസ് ആണ് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? മൂവ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. മോട്ടിലിറ്റി കൊടുക്കുന്ന സ്പെർമിന് മൂവ് ചെയ്യണ്ടേ, അപ്പൊ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഡൈനിൻ പ്രോട്ടീൻസ്. ഓക്കെ, ഇനിയിപ്പോ ഡൈനിൻ മ്യൂട്ടേറ്റഡ് ആയി എന്ന് വെച്ചോ. സപ്പോസ് ഡൈനിൻ ഇസ് മ്യൂട്ടേറ്റഡ്. അപ്പൊ ഡൈനിൻ മ്യൂട്ടേഷൻ റിസൾട്ട്സ് ഇൻ എ പെർട്ടിക്കുലർ കണ്ടീഷൻ. ഡൈനിൻ മ്യൂട്ടേറ്റഡ് ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അസുഖത്തിന്റെ പേരാണ് കാർട്ടാങ്കുലർ ട്രയാഡ്. എഴുതാട്ടോ, KARTANGENER, കാർട്ടാങ്കുലർ ട്രയാഡ് എന്ന് പറയും കേട്ടോ. ഓക്കെ, ഓക്കെ. സോ ഈ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് അറിയാവോ? ഇത് ഉണ്ടായി കഴിഞ്ഞാൽ മെൻ ബിക്കം സ്റ്റെറിലിറ്റി ഉണ്ടാവും. എപ്പോഴാ ഈ ഡൈനിൻ മ്യൂട്ടേറ്റ് ചെയ്താൽ? ഡെഫിനറ്റ് അല്ലേ, കാരണം ഡൈനിൻ ഉണ്ടെങ്കിൽ മാത്രമേ ടെയിൽ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അപ്പൊ ടെയിൽ മൂവ് ചെയ്തില്ലെങ്കിൽ സ്പെർം മൂവ് ആവത്തില്ല. അപ്പൊ അത് ഡൈനിൻ മ്യൂട്ടേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ കാർട്ടാങ്കുലർ ട്രയാഡ് എന്നാണ് അസുഖത്തിനെ വിളിക്കുന്നത്. ആൻഡ് ദോസ് മെൻ ആർ ബേസിക്കലി സ്റ്റെറൈൽ ആയിരിക്കും. ആൻഡ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ബ്രോങ്കിയൽ ഇൻഫെക്ഷൻസും ഉണ്ടാവാറുണ്ട് കേട്ടോ. സോ ദേ ആർ ഓൾസോ ക്യാരക്ടറൈസ്ഡ് ബൈ ബ്രോങ്കിയൽ ഇൻഫെക്ഷൻസ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്ര ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു കണ്ടീഷനും കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഒരു അസുഖമുണ്ട്, സൈറ്റസ് ഇൻവേഴ്സസ്. എന്താണ്? ഓക്കെ, സൈറ്റസ് ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ. സൈറ്റസ് ഇൻവേഴ്സസ് ഇതെന്നാന്നറിയാമോ? ഇതും ഈ പറഞ്ഞ ഡൈനിൻ മ്യൂട്ടേഷൻ കാരണം ഉണ്ടാവുന്നതാണ്. സോ ഓൾസോ ഒക്കേഴ്സ് ഡ്യൂ ടു ഡൈനിൻ മ്യൂട്ടേഷൻ. ഈ അസുഖം വരുന്ന എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? ഹാർട്ടിന്റെ പൊസിഷൻ റൈറ്റിലേക്ക് മാറും. നമുക്കറിയാം ഹാർട്ട് ഇസ് ലൊക്കേറ്റഡ് ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ് അല്ലേ? സോ ഹാർട്ട് പൊസിഷൻ ചേഞ്ചസ് ടു റൈറ്റ്. ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരിക്കുക കേട്ടോ. സോ ദിസ് ഇസ് സംതിങ് വിച്ച് ഇസ് രണ്ട് അസുഖമാണ്, കാർട്ടാങ്കുലർ ട്രയാഡ്, സൈറ്റസ് ഇൻവേഴ്സസ്. ഇനി നോക്കി, സ്പെർമാറ്റോജെനസിന്റെ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ അറൌണ്ട് 64.5 to 65 ഡേയ്സ് ആണ് മാമൽസിൽ. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. സോ ലെങ്ത് ഓഫ് സ്പെർമാറ്റോജെനസിസ് എത്രയാണ്? സോ ഇറ്റ് ഇസ് ലൈക്ക് അപ്രോക്സിമേറ്റ് 64.5 to 65 ഡേയ്സ് ആണ്. ഓക്കെ, ഇത്ര ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി നോക്കിക്കോണേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പ്രൈമോഡിയൽ ജേം സെൽ. അപ്പൊ ഈ പ്രൈമോഡിയൽ ജേം സെല്ലിന് രണ്ട് ഫേറ്റ് ആണ്. ഒന്നില്ലെങ്കിൽ അതിന്റെ ഫീമെയിൽ ഫേറ്റ് കാണിക്കാം, അല്ലെങ്കിൽ മെയിൽ ഫേറ്റ് കാണിക്കാം. അപ്പൊ ഇവരെങ്ങനെ മനസ്സിലാക്കണേ? അത് പെണ്ണാണോ ആണോ, ഗേൾ ആണോ ബോയ് ആണോ എന്ന് എങ്ങനെയാ അവർ മനസ്സിലാക്കണ്ടേ? അതായത് സ്പെർം ആണോ എഗ് ആണോ എന്ന് എങ്ങനെയാ മനസ്സിലാക്കണേ എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരാം അല്ലെ? സോ വി വിൽ ബി ഹാവിംഗ് എ ഡൗട്ട്. ചുമ്മാ പ്രൈമോഡിയൽ ജേം സെൽസ് എല്ലാം സ്പെർം ആവത്തില്ല, എല്ലാം എഗ് ആവത്തൊന്നുമില്ല. സോ അത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെക്കാനിസം ഉണ്ട് കേട്ടോ. ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ആസ് ഡാസിൽ പ്രോട്ടീൻസ്. ഡാസിൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്. ഈ ഡാസിൽ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇവരാ തീരുമാനിക്കുന്നത് whether it will be a male primordial germ cells sperm ആവണോ primordial germ cells egg ആവണോ തീരുമാനിക്കുന്നതാണ് ഈ ഡാസിൽ പ്രോട്ടീൻസ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ഡാസിൽ പ്രോട്ടീൻസിന്റെ കാര്യം നോട്ട് ചെയ്യുക. മെയിൽസിന്റെ കേസ് എടുക്കാം. മെയിൽസിന്റെ കേസ് എടുക്കുമ്പോൾ ഒരു ഫാക്ടർ ഉണ്ട്, വൈ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും SRY എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ട് വൈ ക്രോമസോംസിൽ. അതായത് സെക്സ് ഡിറ്റർമൈനിങ് റീജിയൻ ഓഫ് വൈ ആണ് SRY. സോ വാട്ട് ഇസ് SRY? സെക്സ് ഡിറ്റർമൈനിങ് റീജിയൻ ഓഫ് വൈ.
ഓക്കെ, റീജിയൻ ഓഫ് വൈ ആണ് എന്ത് നമ്മുടെ ഈ SRY. അപ്പൊ മെയിൽസിലാണ് ഈ SRY ഉള്ളത് കേട്ടോ. അപ്പൊ ഈ SRY എന്ത് ചെയ്യുന്ന അറിയാമോ? ദേ വിൽ സ്റ്റിമുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് HY ആന്റിജൻ. ഇവരെന്തുണ്ടാക്കും? ഇത് HY എന്ന് പറയുന്ന ഒരു ആന്റിജനെ ഉണ്ടാക്കും. ഈ ആന്റിജൻ ഉണ്ടാവുകയാണെങ്കിൽ ഇവരെന്തായിട്ട് ഇന്ററാക്ട് ചെയ്യും? നമ്മുടെ ഡാസൽ പ്രോട്ടീൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. അങ്ങനെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇറ്റ് റിസൾട്ട്സ് ഇൻ വാട്ട്? ഇറ്റ് റിസൾട്ട്സ് ഇൻ സ്പെർമാറ്റോജെനസിസ്. അങ്ങനെ സ്പേം ഉണ്ടാവും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മെയിൽസിന്റെ കേസിൽ ഇതാണ് മെക്കാനിസം. ഓക്കെ, സോ ഈ മെയിൽസിൽ SRY ഉണ്ട്, ദാറ്റ് ഇസ് സെക്സ് ഡിറ്റർമൈനിങ് റീജിയൻ ഓഫ് വൈ ആണ്. സോ അപ്പൊ HY ആന്റിജൻ എന്ത് ചെയ്യും? അവര് SRY HY ആന്റിജനെ ഉണ്ടാക്കും. സോ HY ആന്റിജൻ എന്ത് ചെയ്യുന്ന അറിയാമോ? ഗൊണാഡിന്റെ അടുത്ത് PGC-യോട് പറയും that it has to form what? It has to develop into testis എന്ന് പറയും. ഓക്കെ, അപ്പൊ if suppose HY ആന്റിജൻ പ്രൊഡ്യൂസ് ചെയ്തില്ല, if HY antigen is absent in PGC, എന്തായി മാറും? അത് നേരെ ഓവറി ആയിട്ട് മാറും. ഓക്കെ, സ്പെർമാറ്റോജെനസിസ് undergoes sperm ആയി മാറും. ഐഡിയാണോ? ഓക്കെ, അതായത് സ്പെർം ആയി മാറും. ആൻഡ് സപ്പോസ് ഫീമെയിൽസിന്റെ കേസ് ആകുമ്പോഴത്തേക്കും എന്താ വെച്ചാൽ HY ആന്റിജൻ ആബ്സെന്റ് ആണെങ്കിൽ there will be no interaction with the Dacer protein. Dacer protein ആയിട്ട് interaction ഒന്നുമില്ല, അതെന്തായി മാറും? ഓവറി മാറും. അപ്പൊ ഈ ഒരു പ്രോസസ് നടക്കുന്നത്, അതായത് ഈ SRY HY ആന്റിജൻ ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് ഡാസർ പ്രോട്ടീൻ ഒക്കെ ഫോം ചെയ്ത് HY ആന്റിജൻ പ്രൊഡ്യൂസ് ചെയ്ത് ഡാസർ പ്രോട്ടീൻ ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് സ്പേം ആവുന്നത് അറൌണ്ട് 7th വീക്കിലായിരിക്കും നടക്കുന്നത് കേട്ടോ. സോ 7th വീക്കിലാണ് നടക്കുന്നത്. പക്ഷെ ഈ ഒരു പ്രോസസ് ഉണ്ടല്ലോ ഫീമെയിൽസിൽ നടക്കുന്നത് 9th വീക്കിലായിരിക്കും. ഇതെന്തിനാണ് പറയണമെന്ന് എനിക്ക് അറിയില്ല, ബുക്കിൽ എഴുതി ഞാൻ പറഞ്ഞു കേട്ടോ. സോ ഇരിക്കട്ടെ, എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിലോ. ഞാൻ നേരത്തെ ഒരു SCF-ന്റെ കാര്യം പറഞ്ഞില്ലേ, സ്റ്റെം സെൽ ഫാക്ടർ. സ്റ്റെം സെൽ ഫാക്ടർ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെർട്ടോളി സെൽസ് ആട്ടോ. എവിടെയായിരുന്നു നമ്മൾ പഠിച്ച SCF എന്നൊക്കെ? ഇത് നമ്മൾ പഠിച്ചില്ലേ, മൈഗ്രേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യണേ. ഈ മൈഗ്രേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരാളും കൂടെ ഉണ്ട്, GDNF കൂടെ ഉണ്ട് കേട്ടോ. സോ GDNF എന്ന് വെച്ചാൽ ഗ്ലയൽ സെൽ ലൈൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ. ഫുൾ ഫോം ഒന്നും വേണ്ട, ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. GDNF-ഉം SCF-ഉം ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഈ പറഞ്ഞ ഗൊണാഡ്സ് ആയിട്ട് ഡെവലപ്പിംഗ് ഗൊണാഡ്സിലേക്ക് പോവാൻ. ഇത് രണ്ടും സെക്രീറ്റ് ചെയ്യുന്നത് എവിടുന്ന? ഇത് രണ്ടും സെക്രീറ്റ് ചെയ്യുന്നത് സെർട്ടോളി സെൽസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഡൗട്ടാ, ഇവിടെ ഇതുവരെ തീരുമാനമായിട്ടില്ല. PGC മെയിൽ ആണോ ഫീമെയിൽ ആണോ തീരുമാനമായിട്ടില്ലല്ലോ. അപ്പം GDNF ഹയർ എമൗണ്ട് ആണെങ്കിൽ അത് സ്പെർമറ്റോഗോണിയ ആവും കേട്ടോ. ഞാൻ ഇതെല്ലാം ഇവിടെ എഴുതും, ഇപ്പുറത്ത് എഴുതാവേ. ഓക്കെ, നിങ്ങൾ എഴുതി വെച്ചോട്ടോ. GDNF കൂടുതലാണെങ്കിൽ എന്തായി മാറും? that give rise to spermatogonia ആയി മാറും. ഓക്കെ, ഇനി GDNF കുറവാണെങ്കിൽ it result in transition of spermatogonia to spermatocyte. Spermatogonia spermatocyte ആയിട്ട് മാറും. Spermatogonia to spermatocyte. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ അത്രയും? യെസ് മിസ്. ഓക്കെ, അപ്പൊ എനിക്ക് ഒരു പോർഷൻ പറയാൻ കഴിഞ്ഞാൽ തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഉണ്ടെങ്കിലും? സോ ഇതിൽ പ്രൊഡക്ഷൻ ഓഫ് ഗമീറ്റ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അയ്യോ, അത് മാത്രമായിട്ടുള്ളൂ. ഈ ടോപ്പിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കുറെ നേരമായിട്ട്. ഓക്കെ, ശരി, അതിൽ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ, ഇനി അടുത്തത് ഉണ്ടാക്കണം. ഓക്കെ, സോ ഇത്ര ഉണ്ടാക്കണം നമ്മളെ. ഇനി ഇതിന്റെ ഒരു കാര്യം കൂടെ നോക്കണം, ദാറ്റ് ഇസ് അബൌട്ട് ഹോർമോണൽ കൺട്രോൾ കൂടെ നോക്കാം കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് ഹോർമോണൽ കൺട്രോൾ. ഇത് ചോദിക്കുന്നതാണ്. സോ ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമാറ്റോജെനസിസ്. ഓക്കെ, ഹോർമോണൽ കൺട്രോൾ. അപ്പൊ നമുക്കറിയാം മെയിൻലി 2 ഹോർമോൺസ് ആണുള്ളത് അല്ലേ. സോ ഒന്നാമത്തെ ഹോർമോൺ ഇസ് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും. രണ്ടാമത്തേത് ല്യൂട്ടറൈസിംഗ് ഹോർമോൺ LH. ഈ 2 ഹോർമോൺസ് ആണ് ബേസിക്കലി ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ മെക്കാനിസം എങ്ങനെ നോക്കാം. നമുക്കറിയാം ദീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഹൈപ്പോതലാമസ് അല്ലേ. ഹൈപ്പോതലാമസ് it will be acting on GnRH, gonadotropin
റിലീസിങ് ഹോർമോൺസ്. അതെവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ആന്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെ. സോ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്യും. എന്നിട്ട് ഇതിൽ നിന്നാണ് എന്ത് റിലീസ് ചെയ്യുന്നത്? ഈ പറയുന്ന FSHഉം അതുപോലെ തന്നെ LHഉം റിലീസ് ചെയ്യും. FSH എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും? സെർട്ടോളി സെൽസ് ഉണ്ടാകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. LH എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും? ഇന്റർസ്റ്റീഷ്യൽ ഓർ ലേഡിക് സെൽസ്, ഇന്റർസ്റ്റീഷ്യൽ ഓർ ലേഡിക് സെൽസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. Okay, and this finally results what? Release of testosterone, and this helps in spermatogenesis. കാണാൻ പറ്റുന്നുണ്ടോ? ഒത്തിരി താന്നുപോയി. സ്പെർമാറ്റോജെനസിസ്. ഇനി ഈ സെർട്ടോളി സെൽസ് ഉണ്ടല്ലോ, ഇവരൊരു ഇൻഹിബിൻ, ഇതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇൻഹിബിനെ പറ്റി. ഇൻഹിബിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യും. അതെന്താണെന്നറിയാമോ? ഇത് തിരിച്ചു പോയിട്ട് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്യും. അതൊരു നെഗറ്റീവ് റെഗുലേഷൻ ആണോ. സോ ഇതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്, നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഒരുപാട് എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെർട്ടോളി സെൽസ് ഇൻഹിബിനെ സെക്രീറ്റ് ചെയ്ത് ആന്റീരിയർ പിറ്റ്യൂട്ടറിനെ പിടിച്ചു വെക്കും. സോ ദാറ്റ് ഫർദർ ഒന്നും റിലീസ് ചെയ്യാതിരിക്കാൻ. ഓക്കെ, so this was about spermatogenesis. എല്ലാവർക്കും spermatogenesis മനസ്സിലായോ? മനസ്സിലായോ? കഴിഞ്ഞു spermatogenesis. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് about oogenesis. അഖിലിന് മാത്രം മനസ്സിലായുള്ളൂ, വേറെ ആരും പഠിക്കുന്നില്ലല്ലോ. ഓക്കെ, ഇത് കഴിഞ്ഞ ക്ലാസ് കണ്ടായിരുന്നോ? ഇല്ല മിസ്, ഞാൻ വീട്ടിലില്ലായിരുന്നു. അതാണ് ട്രാവലിംഗ് ആണെന്ന് പറഞ്ഞേ. അതെ. അതൊന്ന് നോക്കണേ, മറ്റേ ചാനൽ ഇട്ടിട്ടുണ്ട്, സമയമുള്ളപ്പോ നോക്കൂട്ടോ. അതിന്റെ കുറച്ച് ടേംസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേ. ഓക്കെ, ശരി. അപ്പൊ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് about oogenesis. പാരിസ് ഉണ്ടോ മോനെ? പാരിസെ oogenesis എഴുതണം. എല്ലാവരും എഴുതുമോ? എഴുതിയാലോ ഇവിടെ എന്തായാലും കുറക്കം വരില്ല. ഓക്കെ, ശരി. അപ്പൊ നെക്സ്റ്റ് പ്രോസസ് ആണ് oogenesis. അപ്പൊ നമുക്ക് എന്തുണ്ടാക്കണം? എഗ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പം oogenesis എന്ന് പറയുമ്പോൾ നമ്മള് ബേസിക്കലി നമുക്ക് രണ്ട് മോഡൽ ഓർഗാനിസംസിലാണ് പഠിക്കാനുള്ളത്. ഒന്ന് മാമൽസിൽ പഠിക്കണം ആൻഡ് ഓൾസോ സീ ഏർച്ചിനിൽ പഠിക്കണം. ഇത് എപ്പോഴും ചോദിക്കുന്നത്. അതായത് മാമൽസിൽ നടക്കുന്നത് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ അല്ലെ, ഇന്റേണൽ ഫെർട്ടിലൈസേഷനും സീ ഏർച്ചിനിൽ നടക്കുന്നത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും ആണ്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ രണ്ടുപേരെ നമ്മൾ പഠിക്കണം. സോ വി ഹാവ് ടു ലേൺ. അപ്പൊ നമുക്കറിയാം, നമുക്കൊരു ഇഗിന്റെ പടം വരയ്ക്കുവാണെങ്കിൽ സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്താ, ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ ഇതാ ഒരു പ്ലാസ്മ മെംബ്രെയിൻ. സോ ദിസ് ഇസ് എ ന്യൂക്ലിയസ്. പിന്നെ ഇതാ ഇവിടെ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. പിന്നെ നോക്കിക്കേ, ഒരു പ്രൈമറി എൻവലപ്പ് ഉണ്ട്. സോ ദിസ് ഇസ് കോൾഡ് ആസ് എ പ്രൈമറി എൻവലപ്പ് ആൻഡ് വി ഓൾസോ ഹാവ് ഗോട്ട് എ സെക്കൻഡറി എൻവലപ്പ് ഉണ്ട്. ഈ എൻവലപ്പുകൾക്കെല്ലാം പേരുകളുണ്ട് കേട്ടോ, നിങ്ങൾക്ക് അറിയായിരിക്കും. സോ നമ്മുടെ മാമൽസിന്റെ കേസിലും നമ്മൾ പിന്നെ എന്തിനെ പഠിക്കുന്നത്? സീ ഏർച്ചിനിലും വേണം പഠിക്കാൻ അല്ലെ. സോ മാമൽസിലും സീ ഏർച്ചിനിലും ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ മാമൽസിന്റെ കേസിൽ പ്രൈമറി എൻവലപ്പിന് പറയുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് സോണ പെലൂസിഡ. സോ പ്രൈമറി എൻവലപ്പിന്റെ പേരെന്താ? സോണ പെലൂസിഡ. പെലൂസിഡ. ഇനി സീ ഏർച്ചിന്റെ കേസിൽ പ്രൈമറി എൻവലപ്പിന് പറയുന്ന പേരാണ് വിറ്റ്ലൈൻ എൻവലപ്പ് എന്ന് വിളിക്കും. വിറ്റ്ലൈൻ എൻവലപ്പ്. ഓക്കെ, സോ എന്താ, പ്രൈമറി എൻവലപ്പും ഉണ്ട്, സെക്കൻഡറി എൻവലപ്പും ഉണ്ട്. സോ മാമൽസിൽ പ്രൈമറി എൻവലപ്പിന്റെ പേര് ഇറ്റ് ഈസ് കോൾഡ് ആസ് സോണ പെലൂസിഡ ആൻഡ് സീ ഏർച്ചിന്റെ കേസിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് വിറ്റ്ലൈൻ എൻവലപ്പ്. ഓക്കെ, ഇനി ഇതിന്റെ സെക്കൻഡറി എൻവലപ്പ് പറയുമ്പോൾ സെക്കൻഡറി എൻവലപ്പ് ഇൻ മാമൽസ് ഇസ് കോൾഡ് ആസ് ക്യുമുലസ് ലെയർ. Cumulus layer, and in sea urchin secondary envelope inde perana egg jelly. Okay, so this is called as egg jelly. അപ്പോൾ ക്യുമുലസ് ഇനി ഓരോന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ് നമുക്ക് നോക്കാം കേട്ടോ. സോ പ്രൈമറി എൻവലപ്പിനെ വിളിക്കുന്ന പേരാണ് സോണ പെലൂസിഡ അല്ലെ. അപ്പൊ ഇത് ഈ വിറ്റ്ലൈൻ എൻവലപ്പ് ഇത് രണ്ടും എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? പ്രൈമറി എൻവലപ്പിന്റെ ജനറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്പീഷീസ് സ്പെസിഫിക് ബൈൻഡിങ് ആണ്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ വാട്ട്? ഇറ്റ് ബേസിക്കലി ഹെൽപ്സ് ഇൻ സ്പീഷീസ് സ്പെസിഫിക് ബൈൻഡിങ്. അതാണ് നമ്മുടെ പ്രൈമറി എൻവലപ്പ് ബേസിക്കലി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ വിറ്റ്ലൈൻ എൻവലപ്പ് സീ ഏർച്ചിനിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻസ് ആണ്.
ഗ്ലൈക്കോപ്രോട്ടീൻ എന്ന് വെച്ചാൽ എന്താ? പ്രോട്ടീൻ അറ്റാച്ച്ഡ് ടു കാർബോഹൈഡ്രേറ്റ് ആട്ടോ. അപ്പൊ രണ്ടാമത്തെ വാക്കാണ് നമ്മൾ എപ്പോഴും പറയണേ. പ്രോട്ടീൻ അറ്റാച്ച്ഡ് ടു ഗ്ലൈക്കോ ഫോർ കാർബോഹൈഡ്രേറ്റ്. അപ്പൊ പ്രോട്ടീൻ വിത്ത് കാർബോഹൈഡ്രേറ്റ് ആണ്. ദാറ്റ് ഇസ് കോൾഡ് ആസ് ഗ്ലൈക്കോപ്രോട്ടീൻ. ഇനി സെക്കൻഡറി എൻവലപ്പ് ക്യുമുലസ് ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചാണെന്നറിയാമോ? ഓവറിയൻ ഫോളിക്കിൾസ്. ഓവറിയിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഓവറിയിലുള്ള സെൽസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ്. സോ ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഓവേറിയൻ ഫോളിക്കിൾസ്. ആൻഡ് എഗ് ജെല്ലി മെയിൻലി എന്താ? അത് ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി എൻവലപ്പിന്റെ ജനറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ അട്രാക്ടിങ് ഓർ ആക്ടിവേഷൻ. ഓക്കെ, സോ അട്രാക്ട് ഓർ ആക്ടിവേറ്റ് സ്പെർം. അപ്പൊ ഈ എഗ് ഈ ഓരോ എൻവലപ്പിന്റെ ജനറൽ ആയിട്ട് നമുക്ക് എൻവലപ്സിന്റെ ഫംഗ്ഷൻ പറയുന്നത് എന്താ? സ്പെർം സ്പീഷീസ് റെക്കഗ്നീഷൻ ആണ്. ഇപ്പം ഓരോ സ്പീഷീസിനും ഓരോ ടൈപ്പ് ഓഫ് എൻവലപ്സ് ആണുള്ളത്. അപ്പൊ സ്പീഷീസ് റെക്കഗ്നീഷന് വേണ്ടിയിട്ടും പിന്നെ അട്രാക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മുടെ ഈ ഒരു എൻവലപ്സിന്റെ ഫംഗ്ഷൻ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ എഗ്ഗിന്റെ ഇത്ര കിട്ടിയല്ലോ. പ്രൈമറി എൻവലപ്പും സെക്കൻഡറി എൻവലപ്പും. എൻവലപ്സിന്റെ കാര്യം ഓർത്തിരിക്കാം. ഇനി നമുക്ക് ഇതിന്റെ സൈറ്റോപ്ലാസം ഞാൻ ഇവിടെ എഴുതും. ഇവിടെ എഴുതാൻ. ഇനി ഇതിന്റെ സൈറ്റോപ്ലാസത്തിനെ പറ്റി നമുക്ക് നോക്കാം. ഈ എഗ്ഗിന് 2 ടൈപ്പ് ഓഫ് സൈറ്റോപ്ലാസംസ് ആണ് ബേസിക്കലി ഉള്ളത്. ഓക്കെ, സോ എഗ് ഹാസ് ഗോട്ട് 2 ടൈപ്സ് ഓഫ് സൈറ്റോപ്ലാസം. അപ്പൊ അതിൽ ഒന്നാമത്തെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് പെരിഫറൽ സൈഡിലോട്ടുള്ളതാണ്. സോ ടുവേർഡ്സ് ദ പെരിഫറി. സോ പെരിഫറലും ഉണ്ട്. ആൻഡ് ദ അതർ ഇസ് ഇന്നർ സൈറ്റോപ്ലാസം. ഇൻസൈഡ് ആണ് ഇന്നർ സൈറ്റോപ്ലാസം. അപ്പൊ ഈ പെരിഫറൽ സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ തിക്ക് ആണ് കേട്ടോ. തിക്ക് ആൻഡ് ഹാസ് ഗ്രാന്യൂൾസ് ഉണ്ട്. സോ ഇറ്റ് ഇസ് ബേസിക്കലി തിക്ക് ആൻഡ് ഹാസ് തരിതരികളൊക്കെ ഉണ്ട്, ഗ്രാന്യൂൾസ് ഉണ്ട്. മെയിൻ ആയിട്ട് ആക്റ്റിനൊക്കെ ഉണ്ടല്ലോ, ആക്റ്റിനൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. നമുക്ക് ചുമ്മാ ഒന്ന് പടം വെച്ച് നോക്കാവേ. സൈറ്റോപ്ലാസം അല്ലേ? അപ്പൊ ഞാൻ ഇതിങ്ങനെ പെരിഫറിയിലാക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ പെരിഫറൽ, ഇതാണ് നമ്മുടെ ഇന്നർ. പെരിഫറി എന്ന് പറയുന്നത് തിക്കായിരിക്കും. ഇന്നർ സൈറ്റോപ്ലാസം പടത്തിൽ പോലെ തന്നെ ഇറ്റ് ഇസ് ക്ലിയർ ആണ്. സോ ഇന്നർ സൈറ്റോപ്ലാസം ബേസിക്കലി ക്ലിയർ ആയിരിക്കും. ഇനി ഉണ്ടല്ലോ ഈ നമ്മുടെ ഈ സൈറ്റോപ്ലാസത്തിന്റെ അകത്ത് ഇങ്ങനെ ചില അകത്ത് ഇങ്ങനെ ചില സാധനങ്ങളുണ്ട് കേട്ടോ. അതായത് ഇതുപോലെ ഇങ്ങനെ ഇവിടെ പെരിഫറൽ അവിടെ കേട്ടോ. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് കോർട്ടിക്കൽ ഗ്രാന്യൂൾസ്. എന്താണ് ഈ മഞ്ഞയിൽ വരച്ചേക്കുന്നതാണ് കോർട്ടിക്കൽ ഗ്രാന്യൂൾസ്. അതെവിടെ കാണുന്നത്? പെരിഫറൽ സൈറ്റോപ്ലാസത്തിലുള്ളത്. അത് മെയിൻ ആയിട്ട് നമ്മുടെ അക്രോസോം ഇല്ലേ, നമ്മുടെ സ്പേമിൽ പറഞ്ഞ അതിന് അനലോഗസ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് കേട്ടോ. ഓക്കെ, സോ ദീസ് ആർ അനലോഗസ് ആണ് സിമ്പിൾ, അനലോഗസ് ടു ആക്രോസോം. ഓക്കെ, ആക്രോസോമിന് അനലോഗസ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് കോർട്ടിക്കൽ ഗ്രാന്യൂൾസ്. അപ്പം എഗ്ഗിനെ പറ്റി ഒരു ജനറൽ ആയിട്ട് ഔട്ട്ലൈൻ കിട്ടിയാലോ, എഗ്ഗ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം. അപ്പൊ ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് നമ്മുടെ പ്രോസസ്. സ്പെർമാറ്റോജെനസിസ് പഠിച്ചതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ oogenesis പഠിക്കാൻ പോവാം. ഓക്കെ, അപ്പൊ oogenesis സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റേതുപോലെ തന്നെ ഫ്രം PGC അല്ലെ. പ്രൈമോഡിയൽ ജേം സെൽസ് ഉണ്ട്. നമ്മുടെ ഡാസൽ പ്രോട്ടീൻസ് ഇന്ററാക്ട് ചെയ്യാത്ത HY ആന്റിജൻസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാത്ത സാധനമുണ്ട്. അതാണ് PGC. അതാണ് എന്തായിട്ട് മാറേണ്ടത്? ഊഗോണിയ അല്ലെങ്കിൽ oogenesisലേക്ക് പോകുന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ അണ്ടർഗോ മൈറ്റോസിസ് അല്ലെ. സോ മൈറ്റോസിസ് അണ്ടർഗോ ചെയ്യും. മൈറ്റോസിസ് അണ്ടർഗോ ചെയ്തിട്ട് 6 to 7 മില്യൺ ഊഗോണിയ ഫോം ചെയ്യും. ഓക്കെ, so it results in the formation of 6 to 7 million എന്താണ് ഊഗോണിയ. ഇത് എപ്പോഴാണെന്ന് അറിയാമോ? 5th മന്തിലാണ്. അപ്പൊ ബേബി ആയിരിക്കുമ്പോൾ 5th വീക്ക് അല്ല, മന്ത് ആണ്. സോ 5th മന്തില് ജെസ്റ്റേഷന്റെ പ്രഗ്നൻസി പീരീഡിലെ 5ാം മാസത്തിലാണ് 6 to 7 മില്യൺ ഊഗോണിയസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, and then the proliferation ceases and in last month അവസാന മാസം ആവുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്ന അറിയാമോ? it will undergo meiosis undergo ചെയ്യും. അപ്പൊ ഇത് ആദ്യത്തെ മിയോസിസ് ആട്ടോ. അപ്പൊ ഈ മിയോസിസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? ഇറ്റ് ഇസ് ഇൻകംപ്ലീറ്റ് ആണ്. ഓക്കെ, ഈ മിയോസിസ് കംപ്ലീറ്റ് അല്ല, ഇറ്റ് ഇസ് ഇൻകംപ്ലീറ്റ് ആണ്. ആൻഡ് ഡിപ്ലോട്ടീൻ സ്റ്റേജ് ആവുമല്ലോ, ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ അറസ്റ്റഡ് ആവും.
It gets arrested at diploiding stage. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? നമ്മൾ ഏതിനാണ് 12th ബയോളജിയിലാണ് പഠിച്ചിട്ടില്ലേ? സോ ഫസ്റ്റ് മിയോസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ മെയിൻ കാര്യമല്ലേ പഠിപ്പിക്കണം, സുവോളജിക്കാരെ എന്റെ മക്കളെ തെറ്റിപ്പോയാൽ നിങ്ങൾ തന്നെ തിരിച്ചു പറയണം കേട്ടോ. അപ്പൊ എന്താ ഫസ്റ്റ് മിയോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻകംപ്ലീറ്റ് ആണ്. സോ അറസ്റ്റ് ഉണ്ടാവുന്നത് ഇതെപ്പോഴാ? ലാസ്റ്റ് മന്ത് പ്രഗ്നൻസിയിലായിരിക്കും കേട്ടോ. അവസാനം ആകുമ്പോഴത്തേക്കുമാണ് ഈ ഡിപ്ലോയിഡിങ് സ്റ്റേജിൽ വന്നിട്ട് അറസ്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്തുകൊണ്ട് ഇത് അറസ്റ്റ് ആവുന്നതെന്ന് അറിയാമോ? ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് LH. ഓക്കെ, ആബ്സെൻസ് ഓഫ് വേറെ കളർ ആബ്സെൻസ് ഓഫ് LH, ല്യൂട്ടനൈസിങ് ഹോർമോൺ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് അറസ്റ്റ് ആവുന്നത് കേട്ടോ. സോ ഈ അറസ്റ്റിനെ പറയുന്ന പേരാണ്, ദിസ് ഇസ് കോൾഡ് as പ്രൈമറി അറസ്റ്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സോ പ്രൈമറി അറസ്റ്റ് ഡ്യൂറിംഗ് oogenesis occurs during what stage? During the diploidic stage. എന്നിട്ട് പ്യൂബർട്ടി ആവുമല്ലോ, പീരിയഡ്സ് ഒക്കെ മെച്ചുറേഷൻ പ്യൂബർട്ടി ആവുമ്പോഴത്തേക്കും എന്ത് പറ്റും? പ്രൈമറി അറസ്റ്റ് മാറി ഇറ്റ് സ്റ്റാർട്ട് സിന്തസൈസിങ് വാട്ട്? LH. ഓക്കെ, മെൻസ്ട്രുവേഷൻ തുടങ്ങുമ്പോൾ ഇറ്റ് സിന്തസിസ് ഓഫ് LH. ഓക്കെ, LH ഉണ്ടാവും. LH ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? കംപ്ലീറ്റ് മിയോസിസ് നടന്നിട്ട് ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് പ്രൈമറി oocyte. പ്രൈമറി oocyte പ്ലസ് ഒരു ചെറിയ പോളാർ ബോഡിയും കൂടെ ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനി ഈ പ്രൈമറി oocyte എന്തായി മാറും? ഈ പ്രൈമറി oocyte അടുത്ത മിയോസിസ് അണ്ടർഗോ ചെയ്യും. സോ ദിസ് അണ്ടർഗോസ് അനദർ മിയോസിസ്, ദാറ്റ് ഈസ് സെക്കൻഡ് മിയോസിസ് ഓർ ലിറ്ററലി മൈറ്റോസിസ് ആണ് അല്ലേ? ആൻഡ് അതും എന്താ? അതും ഒരു അറസ്റ്റ് ആണ്, ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് അവിടെയും ഉണ്ടാവുന്നത് കേട്ടോ. സോ സെക്കൻഡ് ഫേസ് ഓഫ് മിയോസിസ്, ദാറ്റ് ഈസ് എ മൈറ്റോട്ടിക് ഡിവിഷൻ, the primary oocyte undergoes another arrest, that is a second arrest at metaphase stage, and it forms secondary oocyte. Primary oocyte ൽ നിന്നും നെക്സ്റ്റ് മിയോസിസ് നടന്നത്, അതായത് മിയോസിസ് 2 which is മൈറ്റോസിസ് നടന്നിട്ട് എന്ത് ഫോം ചെയ്യും? സെക്കൻഡറി oocyte ഫോം ചെയ്യും. അപ്പൊ ഇവിടെയാണ് എന്ത് നടക്കുന്നത്? ദ സെക്കൻഡറി അറസ്റ്റ് ഉണ്ടാവും. സോ ദാറ്റ് ടേക്ക് പ്ലേസ് at metaphase. എന്നിട്ടാണ് അത് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു സെക്കൻഡറി oocyte ഫോം ചെയ്യും കേട്ടോ. So it results in the formation of a secondary oocyte. ഇതാണ് എന്തായിട്ട് മാറുന്നത്? This results in mature egg. അപ്പൊ ഈ അറസ്റ്റ് മാറണമെങ്കിൽ എന്ത് വേണം? ഈ അറസ്റ്റ് മാറണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈമറി അറസ്റ്റ് മാറണമെങ്കിൽ LH സിന്തസൈസ് ചെയ്യണം, പ്യൂബർട്ടി ആവണം അല്ലെ? സെക്കൻഡറി അറസ്റ്റ് മാറണമെങ്കിൽ sperm should come. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടക്കണം. sperm should meet egg. ഓക്കെ, എന്നാൽ മാത്രമാണ് എന്ത് മാറത്തുള്ളൂ? ഈ സെക്കൻഡറി അറസ്റ്റിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു പോളാർ ബോഡി ഉണ്ടാക്കിയല്ലോ. സോ ഒരു ഫസ്റ്റ് ഒരു പോളാർ ബോഡി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ പോളാർ ബോഡി ഒരു ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് ഇറ്റ് റിസൾട്ട്സ് ഇൻ വാട്ട്? 3 പോളാർ ബോഡീസ്. ഓക്കെ, സോ ടോട്ടൽ നമുക്ക് 3 പോളാർ ബോഡി പ്ലസ് ഒരു മെച്ചുവർ എഗ്, ഒരു മെച്ചുവർ ഓവം കിട്ടും അറ്റ് ദി എൻഡ്. ക്ലിയർ ആണോ? സോ ദിസ് ഇസ് ദ സ്റ്റെപ്പ്. ഇത്ര ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ഓരോരോ സാധനത്തിനെ ഫില്ല് ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, അപ്പോ ഞാനിതിനെ ഇത്തിരി ഇപ്പുറത്തോട്ട് നീക്കി എഴുതുവാണേ. ഓക്കെ, ഇത്ര ഓക്കെ അല്ലടോ? എഴുതിയോ? എല്ലാവരും മനസ്സിലായോ? ഇത്രയും ബേസിക് സ്റ്റെപ്സ്. അപ്പൊ നമുക്കിനി നോക്കാം. ഓക്കെ, ഫോളിക്കുലർ മെച്ചുറേഷൻ നോക്കാം. ഇത് എങ്ങനെയാ മെച്ചുർ ചെയ്യുന്നത് നോക്കാം കേട്ടോ. സോ നമുക്ക് എഴുതാം, ദാറ്റ് ഇസ് ഫോളിക്കുലർ മെച്ചുറേഷൻ. ഓക്കെ, അപ്പൊ എങ്ങനെ നോക്കിക്കേ? നമുക്കറിയാം നമ്മുടെ പ്രൈമറി oocyte ഉണ്ട് അല്ലേ? സോ പ്രൈമറി oocyte ഉണ്ടായിരുന്നു. ഈ പ്രൈമറി oocyteന് ചുറ്റും ഒരു ലെയർ ഓഫ് സെൽസ് ഫോം ചെയ്യും, ഫോളിക്കുലർ സെൽസ് ഫോം ചെയ്യും. സോ എന്താണ്? ഇത് നമ്മുടെ പ്രൈമറി oocyte ആണെങ്കിൽ ഇതിന് ചുറ്റും എന്താണെന്നറിയാവോ? ഇങ്ങനെ കുറച്ച് ഫോളിക്കുലർ സെൽസ് ഫോം ചെയ്യും. ഓക്കെ, സോ ഫോളിക്കുലർ സെൽസ് ഫോം ചെയ്യും.
അതൊരു സിംഗിൾ ലെയർ സെൽസ് ആട്ടോ, ഒറ്റ ലെയർ ഉള്ള സെൽസ് ആണ് ഫോളിക്കുലർ സെൽസ് പറഞ്ഞാല്. And that results in the formation of what? It results in the formation of granulosa cells. എന്തായി മാറും? granulosa cells ആയിട്ട് മാറും. അപ്പം ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ granulosa cell is made up of what all things? It is made up of primary oocyte, അതുപോലെ തന്നെ നമ്മുടെ സിംഗിൾ ലെയർഡ് ഗ്രാനുലോസ. അതാണ് ആക്ച്വലി എന്ത് ഫോം ചെയ്യുന്നത്? സിംഗിൾ ലെയർഡ് സോറി എന്താണ് ഇതിനെ നമ്മൾ ഇപ്പൊ എന്തൊക്കെയുള്ള ഈ പ്രൈമറി യൂസൈറ്റ് കൺസിസ്റ്റ് ഓഫ് വാട്ട്? ഇങ്ങനെ എഴുതണം കേട്ടോ. പ്രൈമറി യൂസൈറ്റിനകത്ത് എന്തൊക്കെയുള്ള? പ്രൈമറി യൂസൈറ്റ് കമ്പൈൻസ് വിത്ത് ഒരു ലെയർ ഓഫ് ഒരു ലെയർ ഓഫ് ഫോളിക്കുലർ സെൽസ് ഉണ്ട് അല്ലേ? അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രൈമറി ഫോളിക്കിൾ എന്ന് വിളിക്കും. സോ പ്രൈമറി oocyte പ്ലസ് a single layer of granulosa cells results in the formation of what? Results in the formation of primary follicle. ഇനി എന്ത് ചെയ്യുന്നറിയാമോ? ഈ ഗ്രാനുലോസ സെൽസ് വീണ്ടും എന്ത് ചെയ്യും? അത് പ്രൊലിഫറേറ്റ് ചെയ്യും. ഓക്കെ, സോ അഗൈൻ ദിസ് അണ്ടർഗോസ് പ്രൊലിഫറേഷൻ ആൻഡ് ഇതിന് ചുറ്റും കുറേ സെൽസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇങ്ങനെ കുറേ സെൽസ് ഫോം ചെയ്യും. അപ്പൊ അത് ഈ ആദ്യത്തെ ലെയർ ഗ്രാനുലോസ സെൽസ് പറഞ്ഞില്ലേ, പിന്നെ ഉണ്ടാവുന്ന സെൽസിനാണ് നമ്മൾ തീക്കൽ സെൽസ് എന്ന് വിളിക്കും. അപ്പോ ഒരു സിംഗിൾ ലെയർ സെൽ ആയിരുന്നു എന്ത്? നമ്മുടെ ഈ ഗ്രാനുലോസ സെൽസ്. അതിന് ചുറ്റും ഉണ്ടാവുന്ന സെൽസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കുറെ സെൽസ് ഇതുപോലെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോ ദേ ആർ കോൾഡ് ആസ് ദ തീക്കൽ സെൽസ്. അപ്പൊ അതിങ്ങനെ ഉണ്ടായി വരുമ്പോൾ നടുക്കൊരു ക്യാവിറ്റി ഫോം ചെയ്യും. എവിടെയൊക്കെയാണ്? ഗ്രാനുലോസ സെൽസിനും തീക്കൽ സെൽസിനും ഇടയ്ക്കായിട്ട് ഒരു ക്യാവിറ്റി ഫോം ചെയ്യും. ആ ക്യാവിറ്റിനെയാണ് നമ്മൾ ആൻഡ്രം ക്യാവിറ്റി എന്ന് വിളിക്കുക. A cavity between granulosa cells and thecal cells. Okay, granulosa cells ഇടയ്ക്ക് ഉണ്ടാവുന്ന ഒരു കുഴി, ക്യാവിറ്റി, അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആൻഡ്രം ക്യാവിറ്റി എന്ന് വിളിക്കും കേട്ടോ. അതായത് അതെങ്ങനെ ഉണ്ടാവുന്നത് ഞാൻ മനസ്സിലാം. സോ നമുക്ക് ആദ്യം ഒരു ലെയർ ഓഫ് സെൽസ് ഉണ്ട്. ഇതിന് ചുറ്റും നമ്മുടെ ഗ്രാനുലോസ, ആദ്യത്തെ ഫോളിക്കുലർ സെൽസ് ഉണ്ട്. ആൻഡ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറെ സെൽസ് ഉണ്ടാവുമ്പോൾ എന്ത് പറ്റുന്നറിയാം? ഇതെല്ലാം നമ്മുടെ തീക്കൽ സെൽസ് ആട്ടോ. ഈ തീക്കൽ സെൽസ് ഇങ്ങനെ ഉണ്ടായി വരുമ്പോ ഇവിടെ ഈ കുഴി ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ ആൻഡ്രം എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഇസ് ദ ആൻഡ്രം ക്യാവിറ്റി. അപ്പൊ ഇതിന്റെ അകത്ത് കുറെ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള പ്രോട്ടീഷ്യസ് ആയിട്ടുള്ള കോമ്പണൻസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോ ദിസ് ഇസ് കോൾഡ് ആസ് സെക്കൻഡറി ഫോളിക്കിൾ. ഓക്കെ, പിന്നെ ഈ തീക്കൽ സെൽസും നമ്മുടെ ഈ ഗ്രാനുലോസ സെൽസും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ആരെ ഉണ്ടാക്കുന്നത്? ഈസ്ട്രജൻ, അതായത് ഫീമെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രജനെ ഉണ്ടാക്കുന്നത്. Okay, so thecal cells and granulosa cells combines together to form this thing, estrogen. അപ്പൊ പ്രൈമറി ഫോളിക്കിൾ കണ്ടുവരുന്നത് അല്ലേ? സോ പ്രൈമറി ഫോളിക്കിളിനകത്ത് ഇത്രയും സാധനത്തിനെയാണ് നമ്മൾ പ്രൈമറി ഫോളിക്കിൾ എന്ന് വിളിച്ചത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളതിനെ നമ്മൾ സെക്കൻഡറി ഫോളിക്കിൾ എന്ന് വിളിച്ചു. ഇനി ഒന്നും കൂടെ ഉണ്ട്, which is the tertiary follicle, also known as ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ട്. ടെർഷ്യറി ഫോളിക്കിൾ അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ട്. അതായത് നമ്മുടെ സെക്കൻഡറി അറസ്റ്റ് ആയിട്ടുള്ള oocyte ഉണ്ടല്ലോ, ആ സ്റ്റേജിനെയാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. ദ സെക്കൻഡറി അറസ്റ്റഡ് സ്റ്റേജ്. ഇനി അത് റെഡി ടു ഓവുലേറ്റ് ആണ്. ഓക്കെ, സോ ദ ഫോളിക്കിൾ വിച്ച് ഇസ് റെഡി ടു ഓവുലേറ്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗ്രാഫിയൻ ഫോളിക്കിൾ അഥവാ ടെർഷ്യറി ഫോളിക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഫെർട്ടിലൈസേഷൻ നടന്നില്ലാന്ന് വെച്ചോ, ഇതിപ്പോ ഓവുലേറ്റ് റെഡിയാ, പക്ഷെ സ്പേം ഒന്നും വന്നില്ല. സ്പേം ഒന്നും വന്നില്ലെങ്കിൽ ഇത് സംഭവിക്കും, എഗ് അങ്ങ് റിലീസ് ചെയ്യും അല്ലെ? സോ ഇറ്റ് വിൽ ബി സിംപ്ലി റിലീസ് ചെയ്തു പോകും. അപ്പം അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അപ്പൊ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്, ആ ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ കോർപ്പസ് ലൂട്ടിയം. ഓക്കെ, സോ കോർപ്പസ് ലൂട്ടിയം അതാണ് pregnancy maintaining. So that will be secreting what? Corpus luteum will be secreting progesterone.
progesterone secreting corpus luteum. So the cells at the ovary are literally in the corpus luteum. കേട്ടോ cells at ovary. Cells at ovary ആണ് corpus luteum. ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ ഈ കോർപ്പസ് ലൂട്ടിയം ഒരു വൈറ്റ് സ്കാർലൈറ്റ് ടിഷ്യൂ ആയിട്ട് മാറും കേട്ടോ. അതിനെ കോർപ്പസ് ആൽബിക്കൻസ് എന്നൊക്കെ വിളിക്കും. ക്ലിയർ ആണോ? കഴിഞ്ഞോ? മനസ്സിലായോ? ഓക്കെ, മനസ്സിലായില്ലേ? മിണ്ടുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ, യെസ്, ഓക്കെ കൃഷ്ണപ്രിയ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള. ഇനി നെക്സ്റ്റ് എന്താ? ഹോർമോണൽ കൺട്രോൾ ആണ് അല്ലേ? സോ നെക്സ്റ്റ് ഇസ് ഹോർമോണൽ കൺട്രോൾ. മറ്റേതുപോലെ തന്നെ ഹൈപ്പോതലാമസ്. സോ ഹൈപ്പോതലാമസ് എന്ത് സെക്രീറ്റ് ചെയ്യും? gonadotropin releasing hormones may secrete ചെയ്യും. അത് anterior pituitary act ചെയ്യും. It results in the release of both FSH and LH. ഇത് രണ്ടും എവിടെ ആക്ട് ചെയ്യുന്നറിയാമോ? Both of them will act on ovary. Ovary act ചെയ്യും and this will give rise to what? ഇവിടെ estrogen ഉണ്ടാവും and also inhibin produce ചെയ്യും. ഇൻഹിബിൻ നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഇവിടെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉള്ള ഹോർമോണാണ് ഇൻഹിബിൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക്കലി ഒരു ഹോർമോണൽ കൺട്രോൾ. അപ്പൊ ഇതിനകത്ത് വേറൊരു ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഹോർമോണൽ പ്രൊഫൈലിംഗ് ഓർത്ത് വെക്കുന്നുണ്ട്. അതായത് FSHന്റെ സർജറി, നിങ്ങൾക്ക് ഗ്രാഫ് ഓർമ്മ ഉണ്ടെന്ന് എനിക്കറിയില്ല, അതെനിക്ക് തോന്നുന്നു ഞാൻ വെച്ചിട്ടില്ല. ഒരു ഗ്രാഫ് ഉണ്ട്, ഇങ്ങനെ FSH ഒരു LHന്റെ സർജറി നമ്മുടെ 12th ബയോളജിയിൽ പഠിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആട്ടോ. ഐ മീൻ ഒരു പിക്ചർ ആണ്. ഇതിൻ്റെ അകത്ത് അതില്ല, ഒരു മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. ആ ഗ്രാഫ് കൂടെ ഒന്ന് കാണിച്ചിട്ടേ. ഹോർമോണൽ പ്രൊഫൈൽ ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ നോക്കിയാൽ മതി. സോ ഇതാ ഈ ഗ്രാഫ് ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. സോ ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ഗ്രാഫാണ് ദിസ് വൺ. കുറച്ചുകൂടെ നല്ലൊരു പിക്ചർ ഉണ്ടായിരുന്നു. അതായത് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോട്ടോ. ഇവിടെ നമുക്കറിയാം മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി 28 days ആയിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ നോക്കിക്കേ, മെയിൻലി 2 ഫേസസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തെ ഫേസ് ആണ് ഫോളിക്കുലർ ഫേസ്, പിന്നെ ഉള്ളതാണ് ലൂട്ടിയൽ ഫേസ്. അപ്പൊ ഇനിഷ്യൽ ഫേസസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോളിക്കുലർ ഫേസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഫോളിക്കുലർ ഫേസിൽ ബേസിക്കലി നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഗ്രാനുലോസൽ ആൻഡ് തീക്കൽ ലെയേഴ്സിലെ, സോ ഗ്രാനുലോസൽ ആൻഡ് തീക്കൽ ലെയർ ഉണ്ടല്ലോ, തീക്കൽ ലെയറിന്റെ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അത് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇവിടെ നടക്കുന്നത് ഡ്യൂറിംഗ് ദ ഫോളിക്കുലർ ഫേസ് കേട്ടോ. സോ ദാറ്റ് ഇസ് ബേസിക്കലി ഓവുലേഷൻ. ഓവുലേഷൻ നമുക്കറിയാൻ നടക്കുന്നത് ഓൺ ദി 14th day ആയിരിക്കും. ലൂട്ടിയൽ ഫേസിലായിരിക്കും എന്തുണ്ടാവുന്നത്? നമ്മുടെ കോർപ്പസ് ലൂട്ടിയം കാണാൻ പറ്റുന്നത് കേട്ടോ. സോ നമ്മുടെ കോർപ്പസ് ലൂട്ടിയം ഉണ്ടല്ലോ, സോ കോർപ്പസ് ലൂട്ടിയം അതായത് ഫോളിക്കുലർ റപ്ചർ ചെയ്യുന്ന ഫേസ് ജനറലി പറയാം. ഓക്കെ, സോ യു ക്യാൻ സീ ദെയർ വിൽ ബി ദ റപ്ചർ ഓഫ് ഫോളിക്കിൾസ്.
ഓക്കെ, അപ്പൊ ഇതിന്റെ പീക്ക് നോക്കിക്കോ. ഒരു യൂട്രൈൻ സൈക്കിൾ എടുക്കുമ്പോഴത്തേക്കും സോ ഇനിഷ്യലി എന്താ സംഭവിക്കുന്നത്? ഈസ്ട്രഡയോൾ ദാറ്റ് ഇസ് ഈസ്ട്രോജൻ ആണ് ലിറ്ററലി. സോ ഈസ്ട്രോജന്റെ ലെവലായിരിക്കും പീക്ക് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ ഈസ്ട്രോജൻ ലെവലായിരിക്കും ഹൈ ആയിട്ട് നടക്കുന്നത്. അപ്പൊ ഇനിഷ്യലി എന്തിന്റെ ലെവലാണ് കൂടുന്നത്? വിച്ച് മീൻസ് ഫോളിക്കൽ FSH ഈ സാധനം FSH ഞാൻ ഇങ്ങനെ റെഡിൽ വരയ്ക്കുന്നതാണ് നമ്മുടെ FSH. അപ്പൊ ഇനിഷ്യൽ ഫേസസിൽ നിങ്ങൾ വേണമെങ്കിൽ എഴുതി പോക്കോ. സോ ഇനിഷ്യൽ ഫേസിൽ എന്താ സംഭവിക്കുന്നത്? ഇനിഷ്യൽ ഫേസിൽ FSH ഇൻക്രീസ് ചെയ്യും. സോ FSH ഇൻക്രീസസ്, അതായത് ഹൈ ഈസ്ട്രോജൻ ആയിരിക്കും അവിടെ. ഇത് നോക്കിക്കോ, ഹൈ ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ നമുക്കറിയാം പ്രഗ്നൻസി ഹോർമോൺ ആണ് അല്ലേ. ആൻഡ് ദർ ഇസ് നോ പ്രൊജസ്ട്രോൺ ലിറ്ററലി അവിടെ ഇല്ല. പ്രൊജസ്ട്രോൺ നോക്കിക്കോ, ഇതല്ലേ പ്രൊജസ്ട്രോണിന്റെ ഗ്രാഫ്. സോ ഇതാണ് പ്രൊജസ്ട്രോണിന്റെ ഗ്രാഫ്, ഈ ഡാർക്ക് ബ്ലൂവിൽ. അപ്പൊ ഞാൻ റെഡിൽ വരയ്ക്കുന്നത് നിങ്ങൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പാടില്ല അല്ലേ. ഓക്കെ, നിങ്ങൾ റെഡ് ബ്ലൂ നോക്കിയാൽ മതി. അപ്പൊ റെഡിൽ വരച്ചേക്കുന്നതാണ് എന്ത്? നമ്മുടെ FSH. അപ്പൊ ഇനിഷ്യൽ ഫേസസിൽ നോക്കിക്കോ, ഇതിലെ ഇനിഷ്യൽ ഫേസ് ഇവിടെ FSHന്റെ പീക്ക് അല്ലേ കൂടുതൽ ഇരിക്കുന്നത്. ഇവിടെ FSH കൂടി, പക്ഷെ ഈസ്ട്രോജൻ ലെവൽ LHന്റെ ലെവൽ എന്താ? ദർ ഇസ് നോ LH. ലിറ്ററലി നമുക്ക് നോ പ്രൊജസ്ട്രോൺ ആൻഡ് LH രണ്ടും ഇല്ല കേട്ടോ. 14th ഡേ ആകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? 14ാമത്തെ ദിവസം ഓവുലേഷൻ നടക്കുമ്പോൾ ദാ നോക്കിക്കേ, LHന്റെ ഒരു സർജ്. ഇതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? LH ഹൈക്ക് ഉണ്ടാവും. സോ ദിസ് ഇസ് കോൾഡ് ആസ് LH സർജ് എന്ന് വിളിക്കും. ഓക്കെ, സോ ദിസ് ഇസ് LH സർജ്. അപ്പൊ ഈ സമയത്താണ് എന്ത് സംഭവിക്കുന്നത് അറിയാമോ? പ്രൈമറി അറസ്റ്റ് റിമൂവ് ചെയ്തിട്ട് എന്തുണ്ടാവാൻ പോവാ? ഫോളിക്കിൾ റപ്ചർ ചെയ്യാൻ പോവാ കേട്ടോ. സോ ഹിയർ വി ക്യാൻ സി റിമൂവൽ ഓഫ് പ്രൈമറി അറസ്റ്റ് and rupture of follicles. Okay, rupture of follicles rupture ചെയ്യാൻ പോവാണ് ആ സമയത്ത്. ഓക്കെ, അപ്പൊ ചെറിയൊരു ഹൈക്ക് മാത്രമേ FSH നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ അല്ലെ. ചെറിയൊരു പീക്ക് മാത്രം അവിടെ കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പൊ LH സർജ് ഉണ്ടാവുന്ന സമയത്തായിരിക്കും എന്ത് റിലീസ് ചെയ്യുന്നത്? ഓവം റിലീസ്. ഈ സമയത്ത് തന്നെ എന്ത് റിലീസ് ചെയ്യും? സോ യു ക്യാൻ സി ഓവം റിലീസ് ചെയ്യാൻ തുടങ്ങും കേട്ടോ. സോ ദർ വിൽ ബി ദ റിലീസ് ഓഫ് ഓവം. അപ്പൊ ഈ സമയത്ത് ഇൻഹിബിൻ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. സോ ദർ വിൽ ബി നോ പ്രൊഡക്ഷൻ ഓഫ് ഇൻഹിബിൻ. സോ FSH റൈസസ് വെരി ലോ ലെവൽ. ഓക്കെ, പിന്നെ ഇനി ഇതിന്റെ റപ്ചർ നടക്കുമ്പോൾ, അതായത് റപ്ചർ ചെയ്തു അല്ലെ, റപ്ചർ ഓഫ് ഫോളിക്കിൾസ് നടന്നു. സോ ദിസ് ഇസ് മാർക്ഡ് ബൈ വാട്ട്? ദിസ് ഇസ് മാർക്ഡ് ബൈ ലൂട്ടിയൽ ഫേസ്. ഇനി അടുത്ത ലൂട്ടിയൽ ഫേസിലോട്ട് പോവാ. റപ്ചർ നടന്നു. അപ്പൊ 20ാമത്തെ ദിവസം എന്താ? മറ്റേ ഇത് നടന്നില്ല. ഏതാ? ആഫ്റ്റർ 20th ഡേ നോ ഫെർട്ടിലൈസേഷൻ നടന്നില്ല. ഇവിടെ വരെ നോക്കിക്കേ, ഇവിടെ നമ്മുടെ കോർപ്പസ് ലൂട്ടിയം ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇത്ര സമയമായിട്ടും എന്ത് ഉണ്ടായില്ല? ഒരു 20th ഡേ എന്ന് കൂട്ടിക്കോ. അപ്പൊ ഈ 20th ഡേ ആയിട്ടും കോർപ്പസ് ലൂട്ടിയം സ്പേം ഒന്നും വന്നില്ല. അപ്പൊ എന്ത് പറ്റും? ഈ കോർപ്പസ് ലൂട്ടിയം അങ്ങ് ഡിസെന്റഗ്രേറ്റ് ചെയ്ത് ഡീജനറേറ്റ് ചെയ്ത് പോയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വൈറ്റ് സ്കാർ പോലത്തെ ടിഷ്യൂ ഫോം ചെയ്യും. സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് കോർപ്പസ് ആൽബിക്കൻസ്. കോർപ്പസ് ലൂട്ടിയം ഡീഗ്രേഡ് ചെയ്തിട്ട് ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് വാട്ട്? ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കോർപ്പസ് ആൽബിക്കൻസ്. മനസ്സിലായോ? ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അത് ചോദിക്കുന്ന ഈ ഇങ്ങനെയൊക്കെ ഇനീഷ്യൽ ഫേസിൽ FSH കൂടും, LH കുറയും, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. എനിക്കും അത്ര വൃത്തിക്ക് അറിയില്ലായിരുന്നു, ഇപ്പൊ പക്ഷെ അത് ശരിയായി തോന്നുന്നു കേട്ടോ. ഈ സമയം ആയപ്പോഴത്തേക്കും എന്ത് പറ്റി? പ്രൊജസ്ട്രോണിന്റെ ലെവൽ കൂടി, LH കൂടി, പ്രൊജസ്ട്രോണിന്റെ ലെവൽ ഈ സമയത്ത് കൂടി. നമ്മൾ പറഞ്ഞില്ല. സോ ഇവിടെ പ്രൊജസ്ട്രോൺ, കാരണം അതിങ്ങനെ സ്പേം വരും പ്രതീക്ഷിച്ചിരിക്കുക. അപ്പൊ ഡെഫിനറ്റ്ലി പ്രൊജസ്ട്രോണിന്റെ ലെവൽ കൂട്ടണമല്ലോ. മനസ്സിലാവുന്നുണ്ടോ പിള്ളേരെ? അത് എനിക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. പ്രൊജസ്ട്രോൺ ഇൻക്രീസസ്. മനസ്സിലാവുന്നുണ്ടോ? മിണ്ടത്തില്ലയോ? ഓക്കെ. അല്ല, ഞാനിപ്പോഴേ എത്ര വൃത്തിക്ക് എനിക്ക് മനസ്സിലാക്കി എടുക്കണം. അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായോ? പഠിക്കുമ്പോൾ എനിക്ക് ഇത്ര വൃത്തിക്ക് അറിയത്തില്ലായിരുന്നു. ശരി, സോ ദിസ് ഇസ് ദ തിങ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിനെ പറ്റി ഓർക്കണ്ടേ? ദാറ്റ് ഇസ് അബൌട്ട് ഓവുലേഷൻ അല്ലടാ, എന്തായിരുന്നു? ഊജനസിസ്. അപ്പൊ നമ്മള് ഊജനസിസ് എഗ് ഉണ്ടാക്കി അല്ലെ. എഗ്ഗിനെ നമ്മൾ ഉണ്ടാക്കി, എഗ് നശിച്ചും പോയി. സ്പേം വരാതെ എഗ് നശിച്ചും പോയി. ഇനിയിപ്പോ സ്പേം വന്നാൽ എന്ത് സംഭവിക്കും? അപ്പൊ നമുക്കറിയാം, സ്പേം വന്നു കഴിഞ്ഞാൽ ആരെ സ്പേമിനെ റിസീവ് ചെയ്യാൻ ആദ്യം ഇരിക്കുന്നത്? ബേസിക്കലി നമുക്കറിയാം ദർ ഇസ് യൂട്രസ് അല്ലെ. സോ യൂട്രസ് ആണ് ഹീറോ. സോ യൂട്രസ് ഉണ്ട്. അപ്പൊ യൂട്രസ് റെഡി ആയിട്ടിരിക്കുക
സ്പേം വരുമ്പോൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ യൂട്രസിന്റെ അകത്ത് ബേസിക്കലി നമുക്കറിയാം കൺസിസ്റ്റ് ഓഫ് ഡിഫറെന്റ്, ഞാൻ വരയ്ക്കുന്നില്ല കേട്ടോ, ഞാൻ വരയ്ക്കുന്നില്ല. യൂട്രസിന്റെ പല സ്ട്രക്ചേഴ്സ് ഉണ്ട്. കൺസിസ്റ്റ് ഓഫ് ഇസ്തമസ് ഉണ്ട് അല്ലെ, ഇസ്തമസ് ഉണ്ട്, പിന്നെ ആംബുള്ള റീജിയൻ ഉണ്ട്. ഓക്കെ, ആംബുള്ള റീജിയൻ ഉണ്ട്, പിന്നെന്താ ഇൻഫണ്ടിബുലം ഉണ്ട്, ഇൻഫണ്ടിബുലം ആൻഡ് ഓൾസോ കൺസിസ്റ്റ് ഓഫ് ഫിംബ്രിയെ അല്ലേ. വരയ്ക്കണോ? ഒരു സൈഡിലോട്ട് വരച്ച് നോക്കാം, കാരണം അതിങ്ങനെ ഇത് കണ്ടാലേ എനിക്കത് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ഒരു കൈ പോലെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഈ സൈഡ് ഇങ്ങനെയാണ്, ഈ സൈഡിൽ ഞാൻ വരയ്ക്കുന്നില്ല. സോ ഇത്ര സാധനങ്ങൾ, അതായത് യൂട്രൈൻ വോളാട്ടോ വെച്ചിരിക്കുന്നത്. സോ ദിസ് ഇസ് എ യൂട്രൈൻ വോള്. ഇവിടെ ആയിരിക്കും എഗ് ഇരിക്കുന്നത്. സോ ദിസ് ഇസ് എ എഗ്. ഇതാണ് നമ്മുടെ ഈ ഫിംബ്രിയെ ഇങ്ങനെ കൈ പോലെ പിടിച്ചിരിക്കുന്ന സ്ട്രക്ചർ. ഈ പോർഷനാണ് എന്ത്, ഇൻഫണ്ടിബുലം. ഓക്കെ, ഇത്രയും നമ്മുടെ ആംബുള്ള. അയ്യോ, ഈ ജനറൽ ഈ സാധനത്തിന് എന്താ പറയണത്, അത് പറയാൻ പറഞ്ഞത് ഫലോപ്പിയൻ ട്യൂബ് കേട്ടോ, ഫലോപ്പിയൻ ട്യൂബ്. ആൻഡ് ഈ റീജിയൻ ആണ് ഇസ്തമസ്. ഫലോപ്പിയൻ ട്യൂബിന്റെ പല സാധനങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഈ ആംബുള്ള ഇത് ചോദിച്ചത് ഒരു പ്രാവശ്യം. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാണ്? സോ ഫെർട്ടിലൈസേഷൻ വിൽ ടേക്ക് പ്ലേസ് അറ്റ് ദി ആംബുള്ള റീജിയൻ. ഓക്കെ, സോ ഇവിടെ ആയിരിക്കും ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. പിന്നെ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഓവറിസിയും ഫിംബ്രിയ ആയിരിക്കും എഗ്ഗിനെ ക്യാച്ച് ചെയ്യുന്നത് കേട്ടോ. സോ ഫിംബ്രിയ വിൽ ബി ക്യാച്ചിങ് ദ റിലീസ്ഡ് ഓവർ. അങ്ങനെ ഫലോപ്പിയൻ ട്യൂബിലെത്തും. അപ്പൊ അത് ഫൈനലി ഫിംബ്രിയെ പിടിച്ചു കേട്ടോ. പിടിച്ചിട്ട് നേരെ എങ്ങോട്ടാ പോകുന്നത്, ഇൻഫണ്ടിബുലത്തിന്റെ അവിടെ എത്തും. അപ്പൊ അവിടെ ഒരു പെരിസ്റ്റാൽറ്റിക് മൂവ്മെന്റ് കാണിക്കും. പെരിസ്റ്റാൽറ്റിക് മൂവ്മെന്റ് കാണിക്കും. എന്നിട്ട് ആംബുള്ളയിൽ എത്തും. അപ്പൊ ആംബുള്ളയിൽ എത്തിയിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, സോ ഇനി ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ 12 to 24 hours ഈ പറഞ്ഞ ഓവ പോകും. ഓക്കെ, സോ സ്പേമിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ 48 hours ആയിരിക്കും. ആൻഡ് അത് നോട്ട് ചെയ്തോട്ടോ, സ്പേമിന്റെ ലൈഫ് സ്പാൻ ഇസ് 48 hours ആണ്. ഓക്കെ, പക്ഷെ അത് റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ എത്തിയാൽ ഈ 48 എന്നുള്ളത് 5 days കൂടെ എക്സ്ട്രാ, 48 + 5 എന്നാണ് കേട്ടോ. ആൻഡ് ഈ സ്പേം വജൈനയിലോട്ട് കയറുന്നത് വിത്തിൻ 30 minutesനകത്താണ്. ഓക്കെ, വിത്തിൻ 30 minutes അകത്ത് കയറും. ആൻഡ് നമ്മുടെ ഓവുലേഷന്റെ 10th, 14th അല്ലെങ്കിൽ 13th ഡേയിൽ ഡിപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ഓക്കെ, മനസ്സിലായോ? ഇത്രയും മതിയായിട്ടുണ്ടാവൂല്ലേ എല്ലാവർക്കും? ക്ലിയർ ആയോ? ഇത്രയും ഓക്കെ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ?